തലസ്ഥാനത്തെ മാലിന്യ പ്രശ്നത്തിൽ റെയിൽവേയുടെ അനാസ്ഥയ്ക്ക് തെളിവായി കൂടുതൽ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. 2015 തന്നെ റെയിൽവേ ട്രാക്കിനടിയിലൂടെ പോകുന്ന ടണൽ മാറ്റണമെന്നുള്ള കാര്യം റെയിൽവേയോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഇക്കാര്യം നിരസിക്കുകയായിരുന്നു. ഇതിന് പുറമെ മെയ് 28-ന് ടണൽ വൃത്തിയാക്കണമെന്ന ജില്ലാ കളക്ടറുടെ നിർദ്ദേശവും റെയിൽവേ അവഗണിക്കുകയായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള വിശദമായ രേഖകൾ ന്യൂസ് 18 കേരളം പുറത്തുവിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തലസ്ഥാനത്തെ മറ്റൊരു കാഴ്ച കൂടിയാണ് ഇന്നുള്ളത്. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ച ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് മാലിന്യങ്ങൾ ഇപ്പോൾ നീക്കം ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. ഇന്നലെ കണ്ടതാണ് അവിടെ കുന്നുകൂടി മാലിന്യങ്ങൾ കിടക്കുന്നത്. ദുർഗന്ധം വമിക്കുന്ന മാലിന്യം കൈകൊണ്ടാണ് കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾ നീക്കം ചെയ്യുന്നത്. ശ്രീത്രാപൂർ ഹോമിന് പിൻവശത്ത് ഇന്നലെ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്താണ് ഇന്ന് നഗരസഭയുടെ ശുചീകരണം നടക്കുന്നത്. ടൺ കണക്കിന് മാലിന്യങ്ങൾ ഒരു മാലിന്യ മല പോലെ ഈ ആമയിഴഞ്ചാൻ തോടിൽ കുന്നുകൂടി കിടക്കുന്നതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ജോയിയുടെ ഭൗതികദേഹം ഒഴുകി വന്ന് തടഞ്ഞു നിന്നത് ഈ മാലിന്യ കൂമ്പാരത്തിലാണ്. അത് ഇന്നലെ തന്നെ പക്ഷേ ചില ഭാഗങ്ങളിലൊക്കെ ഇവിടെ ഒരു തോട് ഒഴുകുന്നുണ്ടോ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ പൂർണ്ണമായും മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഭാഗമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഇപ്പോഴും അതിന്റെ ഒരു ഭാഗം അതേപോലെ കിടക്കുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികൾ ഇവിടെ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് നിന്ന് വലിയ മുളങ്കമ്പ് ഉപയോഗിച്ച് അത് കുത്തി മറ്റു ഭാഗത്തേക്ക് ഒഴുക്കിവിട്ട് അവിടെ ശേഖരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇങ്ങനെ ശേഖരിച്ചാൽ മാത്രം പോരാ, ഇത് കൃത്യമായി വലിയ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളിലും ചാക്കുകളിലും തലസ്ഥാനവാസികൾ പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന വലിയ വിദ്യാഭ്യാസവും വിവരവും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന തലസ്ഥാനവാസികളും ഇവിടുത്തെ കച്ചവടക്കാരുമൊക്കെ വലിയ ഭാണ്ഡക്കെട്ടുകളായി കൊണ്ട് ഈ ജലാശയത്തിലേക്ക് തള്ളുന്ന എറിഞ്ഞു പോകുന്ന വാഹനങ്ങൾ വന്ന് എറിഞ്ഞു പോകുന്ന ഈ മാലിന്യ ഭാണ്ഡക്കെട്ടുകൾ ഓരോന്നും അഴിച്ചു പെറുക്കി അതിൽ ഉള്ള മാലിന്യങ്ങൾ ജൈവവും അജൈവവും ഒക്കെ തരംതിരിച്ച് പ്ലാസ്റ്റിക് കവറുകളും ബാഗുകളും കഴുകി വൃത്തിയാക്കി മാത്രമേ ഈ ശുചീകരണ തൊഴിലാളികൾക്ക് കുറെ മനുഷ്യർ ചെയ്യുന്ന വലിയ പാപത്തിന് ആ പാപഭാരം പേറേണ്ടി വരുന്ന ആ പാപത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്ന മറ്റൊരു കൂട്ടം മനുഷ്യരെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്, നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ മനുഷ്യർ ഇങ്ങനെ ഇത്തരത്തിൽ ഈ അഴുക്കുചാലിൽ നിന്ന് നഗരത്തിന്റെ മുഴുവൻ മാലിന്യങ്ങളും പേറി വരുന്ന അഴുക്കുചാലിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ ഓരോന്നും അഴിച്ചുപെറുക്കി ആ ഭാണ്ഡക്കെട്ടുകൾ അഴിച്ചുപെറുക്കി ആ ക്യാരി ബാഗുകൾ തുറന്ന് ചാക്കുകെട്ടുകൾ തുറന്ന് അതിൽ നിന്ന് ഓരോ മാലിന്യങ്ങളായി വേർതിരിച്ച് തരംതിരിച്ച് ആ പ്ലാസ്റ്റിക്കുകൾ കഴുകി മാറ്റി വേണം ഇവർക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ. ഇങ്ങനെ കൊണ്ടുപോയാൽ മാത്രമേ നഗരസഭ ഇതിന്റെ സംസ്കരണത്തിന് ഏൽപ്പിച്ചിട്ടുള്ള ഏജൻസികൾ ഇത് അവർ സ്വീകരിക്കൂ. അങ്ങനെ സ്വീകരിച്ചാൽ മാത്രമേ ഈ മാലിന്യങ്ങൾ ഇവിടെ നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റൂ, ഇവിടെ നിന്ന് കൊണ്ടുപോയി സംസ്കരിക്കാൻ പറ്റൂ. അത്തരം ജോലിയാണ് കുറെ മനുഷ്യർ അവരുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാനായി ചെയ്യുന്നത്. അവരുടെ ഉപജീവന മാർഗ്ഗം ഇത് തന്നെ. എങ്കിൽ പോലും ഒരിക്കലും ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്ത നമ്മൾ കണ്ടതാണ് റെയിൽവേയുടെ കോമ്പൗണ്ടിലെ ടണലിനുള്ളിൽ സ്കൂബ ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് സംഘവും നേവി ഉദ്യോഗസ്ഥരും മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ ഇത്തരത്തിൽ ഈ മാലിന്യങ്ങൾ നിറഞ്ഞ ആ ജലാശയത്തിൽ കഴിഞ്ഞ എത്രയോ മണിക്കൂറുകൾ ജോയിക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയത്. അതുപോലെ തന്നെ ഈ ദിവസവും ചെയ്യുന്ന ആളുകൾ അന്നത് അത് കണ്ട് ഒരുപക്ഷെ കേരളം കരഞ്ഞതാണ്, അവരുടെ ആത്മസമർപ്പണത്തെ പുകഴ്ത്തിയതാണ്. പക്ഷേ നഗരസഭയുടെ ഈ ജീവനക്കാർ വർഷത്തിൽ 365 ദിവസവും ചെയ്യുന്നത് ഇത്തരം ജോലികളാണ്. അവർ മനുഷ്യർക്ക് ചെയ്യാൻ ഒരുപക്ഷെ ഭൂരിപക്ഷം പേർക്കും അറപ്പ് തോന്നുന്ന ജോലികൾ അവർ കൈകൊണ്ട് ചെയ്യുകയാണ്. ഒരു ഗ്ലൗസും ഒരു ഷൂസും ഒക്കെ അവർ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അത്രയധികം മാലിന്യങ്ങൾ ഈ രീതിയിൽ വേർതിരിക്കുന്നവരാണ് ഇവരെ നിർബന്ധിതരാക്കുന്നതും ഒരു കൂട്ടം മനുഷ്യരാണ് എന്നുള്ള ഏറ്റവും ദുഃഖകരമായ ഏറ്റവും ലജ്ജ ഉണ്ടാക്കുന്ന കാര്യം. ഏതായാലും നഗരസഭ ഈ ഭാഗത്ത് ശുചീകരണം തുടരുകയാണ്. ഈ തൊഴിലാളികൾ പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ആഴ്ചകൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് അവർ ഇത്തരത്തിലുള്ള ശുചീകരണം നടത്തിയതാണ്. എന്നിട്ടും ഒരു കുറവും ഉണ്ടാകുന്നില്ല. വീണ്ടും ഇവിടേക്ക് മാലിന്യങ്ങൾ ഒരു നാണവുമില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ തലസ്ഥാനവാസികൾ വലിച്ചെറിയുകയാണ്. അവർക്ക് മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള ഇടമായി മാത്രം ഈ ആമയിഴഞ്ചാൻ തോട് മാറുന്നു. തങ്ങളുടെ വീട്ടിലും തങ്ങളുടെ സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്ന എല്ലാ മാലിന്യങ്ങളും വലിച്ചെറിഞ്ഞ് ആരുടെയും കണ്ണിൽപ്പെടാതെ വിജയികളായി ചാമ്പ്യന്മാരായി അവർ വലിച്ചെറിഞ്ഞ് കടന്നുപോകുമ്പോൾ ഇത്തരം മനുഷ്യരെ കൂടി ഓർക്കണം. ഇവർ മാറ്റാതിരുന്നാൽ, ഇവർ ഇതിൽ വീഴ്ച വരുത്തിയാൽ ഈ നഗരം വീണ്ടും വലിയ വെള്ളപ്പൊക്കത്തിലേക്ക് പോകും. ഈ നഗരത്തിൽ വലിയ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കും. രോഗങ്ങൾ വരുമ്പോൾ കരയുകയും വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ അത് നഗരസഭയുടെയും സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണ്. അവരുടെ വീഴ്ചയെന്ന് പറഞ്ഞ് വിമർശിക്കുകയും മാത്രമല്ല ഇത്തരം മാലിന്യങ്ങൾ കഴിവതും സർക്കാർ നിർദ്ദേശിക്കുന്ന, നഗരസഭ നിർദ്ദേശിക്കുന്ന, അധികാരികൾ നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിലൂടെ സംസ്കരിക്കാനുള്ള മാന്യത കൂടി തലസ്ഥാനവാസികൾ കാട്ടണം.
റെയിൽവേയുടെ നിസ്സഹകരണത്തിന് കൂടുതൽ തെളിവുകൾ. തമ്പാനൂർ റെയിൽവേ ട്രാക്കിലെ ടണൽ പൊളിച്ചു പണിയണമെന്ന് 2015 തന്നെ സംസ്ഥാന സർക്കാർ റെയിൽവേയോട് ആവശ്യപ്പെട്ടതാണ്. എന്നാൽ പ്ലാറ്റ്ഫോം പൊളിക്കണമെന്ന കാരണം പറഞ്ഞ് 9 വർഷത്തിനു ശേഷവും ഈ നടപടി റെയിൽവേ വൈകിപ്പിക്കുകയാണ്. ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി 2015 ഈ ടണൽ റെയിൽവേ ടണൽ തമ്പാനൂരിൽ കഴിഞ്ഞ ദിവസം ജോയി വീണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ട ഈ ടണലിന്റെ ഭാഗത്ത് അന്ന് പ്രവർത്തികൾ നടക്കുമ്പോഴാണ്, അതിന്റെ ക്ലീനിംഗ് പ്രവർത്തികൾ നടക്കുമ്പോഴാണ് റെയിൽവേയോട് സംസ്ഥാന സർക്കാർ ആദ്യമായി ആവശ്യപ്പെടുന്നത് ഈ ടണൽ പൊളിച്ചു പണിയണം. കാരണം പതിറ്റാണ്ടുകളായി അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ, മണ്ണ്, പാറക്കല്ലുകൾ ഉൾപ്പെടെ ഇതിനടിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടി ഒഴുകിപ്പോകേണ്ട വെള്ളത്തിന്റെ 25% മാത്രമേ ഒഴുക്ക് ഉള്ളൂ. ആ ഒഴുക്ക് പൂർണ്ണമായും ശരിയാകാതെ മുഴുവൻ വെള്ളവും ഇതിൽ കൂടി കടന്നുപോകേണ്ട മുഴുവൻ വെള്ളവും കടന്നുപോകാതെ തിരുവനന്തപുരത്തെ പ്രത്യേക തമ്പാനൂരിലെ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാകില്ല. വെള്ളപ്പൊക്ക ഭീഷണി ഒഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ടണൽ പൊളിച്ചു പണിയണം. വളരെയധികം ബുദ്ധിമുട്ടിയാണെന്ന് യന്ത്രഭാഗങ്ങൾ, മണ്ണുമാന്തി യന്ത്രവും മറ്റ് യന്ത്രങ്ങളും ഒക്കെ ഇതിനുള്ളിലേക്ക് കടത്തിവിട്ടുകൊണ്ടുള്ള പരിശോധന നടത്തിയത്. അത്രയധികം ബുദ്ധിമുട്ടിയാണ് ഇത് പൊളിച്ചു മാറ്റി ഓരോ ഭാഗത്തും മണ്ണ് അടിഞ്ഞുകൂടി കിടന്നതൊക്കെ ഇടിച്ചു മാറ്റിയും പാറക്കഷ്ണങ്ങളൊക്കെ തുറന്നു മാറ്റിയും അന്ന് ഈ സംഘം അനന്ത ടീം അകത്തേക്ക് കടന്നത്, അല്ലെങ്കിൽ അവിടെ പണികൾ ചെയ്തത്. അവിടേക്ക് തൊഴിലാളികൾ കടന്നുപോയതും മാലിന്യങ്ങൾ നീക്കം ചെയ്തതും. അതുകൊണ്ട് തന്നെ ഈ ടണൽ പൊളിച്ചു പണിയണമെന്നായിരുന്നു സർക്കാരിന്റെ ആവശ്യം. അത് 2015 അന്ന് മാത്രമല്ല, പിന്നീട് VP ജോയ് സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയ ശേഷവും റെയിൽവേയുടെ സമാനമായ കാര്യം ആവശ്യപ്പെട്ടിരുന്നു. റെയിൽവേ ബോർഡ് ചെയർമാൻ അടക്കം കത്തെഴുതിയിരുന്നു. നിരവധി യോഗങ്ങൾ റെയിൽവേയുടെയും സർക്കാരിന്റെയും സംയുക്ത യോഗങ്ങൾ ചേർന്നിരുന്നു. അപ്പോഴൊന്നും ഇത് നടപടി ഉണ്ടായില്ല. റെയിൽവേ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആവശ്യം മാറ്റിവെക്കുകയായിരുന്നു. ഈ ടണൽ പൊളിച്ചു പണിയണമെങ്കിൽ പ്ലാറ്റ്ഫോമുകളിലൂടെ കൂടി അവിടെ ആ ഭാഗം കൂടി പൊളിച്ചു പണിയേണ്ടി വരും. അങ്ങനെയെങ്കിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടും. അതുകൊണ്ട് ആ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ 9 വർഷവും റെയിൽവേ അത് നീട്ടിവയ്ക്കുകയായിരുന്നു. ഇപ്പോഴും നമുക്ക് കാണാം, ഇതിന്റെ ഭാഗത്ത് ഇന്നലെ ടൺ കണക്കിന് മാലിന്യം ഇന്നലെ മെനങ്ങാന്നുമായി ഇവിടെ നിന്ന് നീക്കം ചെയ്തതാണ്. ഇപ്പോഴും ഈ ബാരിക്കേഡ് മാറ്റിയാൽ അവിടേക്ക് വീണ്ടും മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്ന അവസ്ഥയുണ്ട്. ഇവിടെ തന്നെ ധാരാളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നു. ഈ ടണൽ ഉൾവശവും നമുക്ക് ഇവിടുന്ന് കാണാനാകുന്നുണ്ട്. അവിടെയും വലിയ രീതിയിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നു. അങ്ങനെ ഈ പൂർണ്ണമായും ഈ ടണലിലെ മാലിന്യം ഒഴുക്ക് തടയണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ഈ വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കണമെങ്കിൽ ടണൽ പൊളിച്ചു പണിയണമെന്ന സർക്കാരിന്റെ ആവശ്യം റെയിൽവേ പരിഗണിക്കേണ്ടി വരും. വ്യാഴാഴ്ച മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ഒരുപക്ഷേ ഇക്കാര്യം വീണ്ടും ആവശ്യപ്പെടും. അതിന് എത്രത്തോളം റെയിൽവേ സഹകരിക്കും എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും ഇവിടുത്തെ ഈ ടണലിന്റെ അതിന്റെ നവീകരണ പ്രക്രിയകൾ, നവീകരണ പ്രവൃത്തികൾ. അതുതന്നെയാകും. അത് ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായും വീണ്ടും തലസ്ഥാനം തമ്പാനൂർ വെള്ളത്തിൽ മുങ്ങുമെന്ന് ഉറപ്പാണ്. ആമയിഴഞ്ചാൻ തോട്ടിൽ മരിച്ച ജോയിയുടെ വീട് ഗവർണർ സന്ദർശിച്ചു. റെയിൽവേയോട് ഗവർണർ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് സംസ്ഥാന സർക്കാരും റെയിൽവേയും തമ്മിലുള്ള തർക്കം? ഇക്കാര്യമാണ് ഗവർണർ വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. VV അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഇതിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നതും സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും റെയിൽവേയും ഇവരെ 3 പേരെയും കക്ഷികളാക്കിക്കൊണ്ടാണ്. ഇപ്പോൾ ഗവർണർ ഈ വിഷയം കൂടുതൽ ചർച്ചയാവുന്നത് കൊണ്ടാണല്ലോ ഗവർണറും ഇടപെടൽ നടത്തിയിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്? ജോയി അപകടത്തിൽപ്പെട്ട ശേഷം വലിയ തർക്കമാണ്, വലിയ വിവാദമാണ് സംസ്ഥാനത്തുണ്ടായത്. പ്രത്യേകിച്ചും റെയിൽവേ ആരാണ് ഇതിന് ഉത്തരവാദി? ജോയിയുടെ ദുരവസ്ഥയ്ക്ക്, ഈ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങൾക്ക് ഉത്തരവാദി ആരാണെന്നതിനൊരു വലിയ തർക്കമാണ് ഉണ്ടായത്. റെയിൽവേയും ആദ്യം നഗരസഭയുമായും പിന്നീട് റെയിൽവേയും സർക്കാരുമായും വലിയ തർക്കം, വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ്. ഉത്തരവാദിത്ത ചൊല്ലിയാണ് പ്രധാനമായും തർക്കം. ഇക്കാര്യമാണ് ഗവർണർ വിശദീകരണം ആവശ്യപ്പെട്ടത്. എന്താണ് ഇതിന്റെ വസ്തുത? ഇത് വൃത്തിയാക്കേണ്ട ഉത്തരവാദിത്തം നഗരസഭയ്ക്കാണോ അല്ല റെയിൽവേക്കാണോ എന്ന കാര്യത്തിലാണ് ഗവർണർ റെയിൽവേ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി വിശദീകരണം തേടിയത്, വ്യക്തത തേടിയത്. അദ്ദേഹം ഇന്ന് രാവിലെയാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചത്. അതിനുശേഷം അദ്ദേഹം അല്പസമയത്തിനകം മരിച്ച ജോയിയുടെ മാരായമുട്ടത്തെ വീട്ടിലെത്തും. അവിടെ ബന്ധുക്കളെ അദ്ദേഹം ആശ്വസിപ്പിക്കും. ഈ വിഷയത്തിൽ ഗവർണർ കൂടി ഇടപെടുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുഖ്യമന്ത്രിയും വ്യാഴാഴ്ച ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. റെയിൽവേ ഭൂമിയിലെ, റെയിൽവേയുടെ മേഖലയിലെ, റെയിൽവേയുടെ ഏരിയയിലെ ഈ ടണലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവിടെ കൃത്യമായ ക്ലീനിങ് വേണം. അത് എന്താണ് തടസ്സമെന്ന കാര്യം അറിയാനായി മുഖ്യമന്ത്രി യോഗം വിളിക്കുകയാണ്. അത് പൂർണ്ണമായും അവർ തടസ്സം നീക്കാതെ തലസ്ഥാനത്തെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും വിഷയത്തിൽ ഇടപെടുന്നത്. ഗവർണറുടെ ഇടപെടൽ കൂടി വരുന്നതോടുകൂടി ഇതിന് പുതിയ മാനങ്ങൾ കൈവരികയാണ്. തലസ്ഥാനത്തെ വെള്ളക്കെട്ട് എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള നടപടികൾ ഈ ഇടപെടലിലൂടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതുപോലെ തന്നെ അരുണിലേക്ക് വരാം. മറ്റൊരു കാര്യം കൂടിയുണ്ട്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്ന കൊച്ചുവേളിയിൽ അവിടെയും റെയിൽവേ ഭൂമിയിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്നുണ്ട്. ഇപ്പോഴും അതിന്റെ ദൃശ്യങ്ങളും വന്നിട്ടുണ്ട്. പ്ലാറ്റ്ഫോമിനോട് ചേർന്ന ഭാഗത്താണ്
പ്ലാസ്റ്റിക്കിന്റെ മാലിന്യ കൂമ്പാരം ഇപ്പോഴും കാണുന്നത്. കൊച്ചുവേളിയിലെ ഈ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഈ മാലിന്യം നീക്കം ചെയ്യാനും നഗരസഭ നേരത്തെ കത്ത് നൽകിയിട്ടുള്ളതാണ് റെയിൽവേക്ക്. ഇതിലും പക്ഷേ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല റെയിൽവേ. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് തന്നെയാണ് മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നത്. അരുൺ, ഇതും ഒരു പ്രശ്നമാണല്ലോ. റെയിൽവേ സ്റ്റേഷനുകളിൽ പലയിടത്തും ഇത് കാണാറുള്ളതാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ എന്താണ് റെയിൽവേയുടെ വിശദീകരണം? കഴിഞ്ഞ ദിവസം റെയിൽവേയുടെ അധികാരികൾ പറഞ്ഞപ്പോൾ തമ്പാനൂരിന്റെ കാര്യത്തിൽ അവർ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഏത് രീതിയിലാണ് അവർ ശുചീകരണം നടത്തുന്നത് എന്നൊക്കെ അവർ വിശദീകരിച്ചതാണ്. ഇക്കാര്യത്തിലൊക്കെ സമീപത്തുള്ള സ്റ്റേഷനുകളിലും ഇങ്ങനെ മാലിന്യങ്ങൾ കിടന്നിട്ടും മാറ്റാത്തത് എന്തുകൊണ്ട്? ഇതിന്റെ വിശദീകരണം നൽകുന്നുണ്ടോ റെയിൽവേ? സർക്കാർ റെയിൽവേ തർക്കത്തിലെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ മാലിന്യങ്ങൾ അവിടെ കൂടിക്കിടക്കുന്നു. റെയിൽവേയിൽ കൊച്ചുവേളിയിലാകട്ടെ അല്ലെങ്കിൽ തിരുവനന്തപുരം തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാകട്ടെ ആയിരക്കണക്കിന് ആളുകൾ ദിവസേന വന്നു പോകുന്നതാണ്. ട്രെയിനുകൾ വരുന്നു, അത് ദീർഘദൂര ട്രെയിനുകൾ വരുന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വലിയ മാലിന്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് സംസ്കരിക്കാൻ, ഇത് മാറ്റാൻ എന്ത് സംവിധാനമാണ് റെയിൽവേ ഒരുക്കിയിട്ടുള്ള ചോദ്യമാണ് തദ്ദേശ മന്ത്രി MP രാജേഷും മേയറും ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത്. അതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. നേരത്തെ തന്നെ തമ്പാനൂർ ടണലിലെ മാലിന്യം നീക്കാൻ നേരത്തെ റെയിൽവേ നോട്ടീസ് നൽകിയെന്ന് മേയർ പറയുമ്പോൾ അതിനെ തള്ളിക്കൊണ്ടാണ് ADRM അടക്കമുള്ളവർ രംഗത്ത് വന്നത്. ഇപ്പോൾ കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭ പുറത്തുവിടുകയാണ്. നേരത്തെ കൊച്ചുവേളിയിലെ മാലിന്യം നീക്കാനും റെയിൽവേയോട് ആവശ്യപ്പെട്ടിരുന്നു. നഗരസഭാ സെക്രട്ടറി റെയിൽവേക്ക് കത്ത് നൽകിയിരുന്നു. എന്നിട്ടും നടപടി ഉണ്ടായില്ല. അതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിടുന്നു. നഗരസഭ അതുമായി ബന്ധപ്പെട്ട കത്തുകൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഒരു വസ്തുതയാണ് ഇക്കാര്യത്തിൽ നഗരസഭ പറയുന്നതിൽ വസ്തുതയുണ്ട്. കാരണം വലിയ രീതിയിൽ മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ് കൊച്ചുവേളിയിലും തമ്പാനൂരും അടക്കം. ഇത് മാറ്റമെന്ന ആവശ്യത്തിൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. റെയിൽവേ ഇക്കാര്യത്തിൽ പുതിയ വിശദീകരണം ഇതുവരെ വിശദീകരണം നൽകിയിട്ടുമില്ല. ഏതായാലും പരസ്പരം തർക്കിക്കുമ്പോഴും ഇതൊരു മാലിന്യം എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമായി തലസ്ഥാനം തുടരുകയാണ്. റെയിൽവേയുടെ ഭൂമിയിലായാലും നഗരസഭയുടെ അധീനതയിലുള്ള മേഖലകളിലായാലും വലിയ മാലിന്യ നിക്ഷേപമുണ്ട്. അത് സ്വാഭാവികമായും ജനങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും അധികം ഭീഷണിയായി മാറുക, ജനജീവിതത്തിന് തന്നെ തടസ്സമായി മാറുക. ഏതായാലും നഗരസഭ ഇതിൽ നടപടിയെടുക്കണം. അതിനപ്പുറത്തേക്ക് റെയിൽവേക്കും വലിയ ഉത്തരവാദിത്വം ഇക്കാര്യത്തിലുണ്ട്. അവരുടെ ഭാഗത്തും വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. മഞ്ജുഷ, ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഇക്കാര്യത്തിൽ ഇന്ന് AA റഹീം MP പ്രതികരിക്കുകയുണ്ടായി. റെയിൽവേക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് AA റഹീം ഉന്നയിച്ചത്. രക്ഷാപ്രവർത്തനത്തിൽ ഇടപെടാതെ മാറി നിൽക്കുകയായിരുന്നു റെയിൽവേ എന്നാണ് AA റഹീമിന്റെ ആരോപണം. സമഗ്ര അന്വേഷണത്തിന് റെയിൽവേ തയ്യാറാകണമെന്നും റഹീം ആവശ്യപ്പെട്ടിട്ടുണ്ട്. റെയിൽവേ ജനങ്ങളുടേതാണ്. റെയിൽവേ കൂടുതൽ ജനകീയമാകാൻ ശ്രമിക്കണം. അതിന് എല്ലാ അർത്ഥത്തിലും അത് ഉണ്ടാകാൻ സാധിച്ചില്ല എന്നുള്ളത് ഈ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ റെയിൽവേയുടെ ആറ്റിറ്റ്യൂഡിൽ, സമീപനത്തിൽ ഗൗരവമായ മാറ്റം വരുത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത്. ഇത് സംബന്ധിച്ച് റെയിൽവേ മന്ത്രിക്ക് റെയിൽവേയുമായി ബന്ധപ്പെട്ട് മറ്റൊട്ടനവധി പ്രശ്നമുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഇപ്പോൾ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ജോയിയുടെ ഒരു കെയറും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സഹായിക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും റെയിൽവേക്കുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വ്യാപകമായ മഴയാണ്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴയാണ് പെയ്യുന്നത്. ഇന്ന് ഇതുവരെ 4 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാലക്കാട് 2 മരണം, കണ്ണൂരും 2 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. പാലക്കാട് വീട് തകർന്നു വീണ് അമ്മയും മകനും മരിച്ചു. കണ്ണമ്പ്ര കൊട്ടേക്കാട് സ്വദേശികളായ സുലോചന, മകൻ രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണാണ് 2 പേരുടെ മരണം. മട്ടന്നൂർ കോളാരി കുംഭംമൂലയിൽ കുഞ്ഞാമിന, ചൊക്ലി സ്വദേശി താഴേക്കുനിയിൽ ചന്ദ്രശേഖരൻ എന്നിവരാണ് മരിച്ചത്. പലയിടത്തും വീടുകൾ തകർന്നിട്ടുണ്ട്. മൂന്നാർ ഗ്യാപ്പ് റോഡിലും വയനാട്ടിലും മണ്ണിടിച്ചിലുണ്ടായി. ആലപ്പുഴ എടത്വയിൽ ആഞ്ഞിലി വീണ് വീട് തകർന്നു. തലവടി സ്വദേശി ബാലന്റെ വീടാണ് തകർന്നത്. ഇടുക്കി ഉടുമ്പൻചോലയിൽ മരം വീണ് വീട് തകർന്നു. മണത്തോട് സ്വദേശി സുരേഷിന്റെ വീടാണ് തകർന്നത്. ഷീറ്റ് തകർന്ന് ദേഹത്തേക്ക് പതിച്ച് സുരേഷിന്റെ ഭാര്യ മഹാലക്ഷ്മിക്ക് പരുക്കേറ്റു. കോഴിക്കോട് കാരശ്ശേരിയിൽ ശക്തമായ മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് 2 വീടുകൾ അപകട ഭീഷണിയിൽ. ലോവർ പെരിയാർ വൈദ്യുതി നിലയത്തിലേക്ക് വീണ്ടും മണ്ണിടിഞ്ഞു വീണിട്ടുണ്ട്. 2 ഫീഡറുകൾ തകർന്നു. ചെർപ്പളശ്ശേരി ടൗണിൽ നഗരസഭയുടെ പൊതുകിണർ കനത്ത മഴയിൽ ഇടിഞ്ഞു താണു. പെരിയാറിലും പമ്പയിലും ചാലക്കുടി പുഴയിലും ജലനിരപ്പ് ഉയരുകയാണ്. കനത്ത മഴയിൽ ഭവാനിപ്പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. അട്ടപ്പാടി താവളം പാലം വെള്ളത്തിനടിയിലാണ്. ആനക്കല്ലിൽ മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. ഇരുവഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞൊഴുകുകയാണ്. റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ട പന്തളത്ത് ശക്തമായ കാറ്റിലും മഴയിലും 10-ലധികം വൈദ്യുതി പോസ്റ്റുകൾ വീണു. 26 വീടുകൾ ഭാഗികമായി തകർന്നു.
കനത്ത മഴ പ്രവചിക്കുന്നുണ്ടെങ്കിലും പ്രളയ സാധ്യതയില്ലെന്നും മലയോര മേഖലകളിൽ ജാഗ്രത വേണമെന്നുമാണ് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചത്. രണ്ടു ദിവസം കൂടി നല്ലതുപോലെ മഴയുണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ പ്രവചന വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. പ്രത്യേകിച്ച് വടക്കൻ മേഖലയിൽ മഴ കനക്കുകയാണ്. പാലക്കാട് ഉൾപ്പെടെ നല്ലതുപോലെ മഴ പെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെ അതിജീവിക്കാനും അതിനെ മറികടക്കാനും കഴിയുന്ന വിധത്തിലുള്ള നല്ല ഒരുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഴയ്ക്ക് ഇപ്പോൾ ഒരു പ്രശ്നം നേരത്തെ നമ്മൾ പറയാറുള്ളത് പോലെ മഴയുടെ അളവ് കൂടുതലായിട്ടാണ് ഒരേ സമയം പെയ്യുന്നത്. അതിന്റെ ചില പ്രയാസങ്ങളുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് എല്ലാ വിധത്തിലും ഈ പ്രവർത്തനങ്ങളെ നേരിടാൻ കഴിയുന്ന വിധത്തിൽ കൺട്രോൾ റൂമുകളും മറ്റത്യാവശ്യ സൗകര്യങ്ങളുമായി നല്ലതുപോലെ ഒരുക്കം നടത്തിയിട്ടുണ്ട്. റവന്യൂ വകുപ്പിന്റെ ജില്ലാ കളക്ടറേറ്റുകൾ, 78 താലൂക്ക് ഓഫീസുകൾ, 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിൽ ആവശ്യമായിട്ടുള്ള സുരക്ഷാ സേനയെ മുഴുവൻ നമ്മൾ നിയോഗിച്ചിട്ടുണ്ട്. NDRFന്റെ ടീം ഇപ്പോൾ 9 എണ്ണവും പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ആളുകളോട് അഭ്യർത്ഥിക്കാനുള്ളത് മഴ ഏതെങ്കിലും വിധത്തിലുള്ള വിനോദത്തിന്റെ അവസരമായി ഉപയോഗിക്കാൻ ഒരു കാരണവശാലും ശ്രമിക്കരുതെന്ന് മാത്രമല്ല, മഴ വളരെ ഗൗരവമാണെന്ന തിരിച്ചറിവോടുകൂടി മഴയത്ത് ജലാശയങ്ങളിൽ ഇറങ്ങാനും ഏതെങ്കിലും വിധത്തിലുള്ള കളികളിൽ ഏർപ്പെടാനും ആത്മവിശ്വാസം കൊണ്ടാണെങ്കിലും ജലാശയങ്ങൾ മറികടക്കാനുമുള്ള ഒരു നടപടിക്രമങ്ങൾക്കും ഇപ്പം മുതിരരുത്. മലയോരത്ത് യാത്ര നിരോധിക്കാൻ ആവശ്യമായ ഘട്ടത്തിൽ കളക്ടർമാർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. മഴക്കെടുതികൾ പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഗൗരവമായിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത്. അതനുസരിച്ച് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. 6 ലക്ഷത്തോളം ആളുകളെ വരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ക്യാമ്പുകൾ എപ്പോൾ വേണമെങ്കിലും ആരംഭിക്കാവുന്ന വിധത്തിൽ നമ്മൾ സജ്ജമാണ്. പക്ഷെ തുറക്കേണ്ട അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. റെഡ് അലർട്ട് പ്രഖ്യാപിക്കും വിധം അപകടമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. മഴയുടെ അളവ് കൂടുതലാണ് എന്ന് മാത്രമേ ഉള്ളൂ. വേറെ അപകടങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നാളെ കൂടി നല്ലതുപോലെ തീവ്രമായ മഴ ഉണ്ടാകും എന്ന് കരുതുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ പ്രളയ പ്രവചനം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാലും മഴയുടെ അളവ് കൂടുതലായിരിക്കും. പലയിടങ്ങളിലും മേഘവിസ്ഫോടനമാണ് ഉണ്ടാകുന്നത്. ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട്, ഇടുക്കി ജില്ലകളിലാണ് അതിശക്തമായ മഴ പെയ്യുന്നത്. എറണാകുളം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും പലയിടങ്ങളിലും മഴയിൽ കെടുതികൾ രൂക്ഷവുമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം കാസർഗോഡ് നിന്ന് KV ബൈജു, ഇന്നലെയും കാസർഗോഡ് പലയിടങ്ങളിലും മഴ കാരണം ഉണ്ടായ ദുരിതങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നെങ്ങനെയാണ് കാസർഗോഡ് മഴ? മഞ്ജുഷെ, വടക്കൻ കേരളത്തിലാണ് ഈ കാലവർഷ കെടുതി ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിൽ 2 മരണമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. അതായത് ചൊക്കളി മേക്കര വീട്ടിൽ താഴെ കുഞ്ഞൻ K ചന്ദ്രശേഖരൻ, ഒപ്പം മട്ടന്നൂരിനടുത്ത് കോളാരിയിലെ കുഞ്ഞാമിന, ഇവർ വീടിന് സമീപത്തെ വെള്ളക്കെട്ടിൽ വീണാണ് ഈ 2 മരണവും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും കാസർഗോഡ് ജില്ലയിലും ഇതുപോലെ തന്നെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. നിരവധി ഇടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീഴുകയും വീടിന് മുകളിൽ വീഴുകയും വീടുകൾ തകരുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും കഴിഞ്ഞ 2 ദിവസമായി തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാസർഗോഡും കണ്ണൂരും ഉള്ളത്. വരും മണിക്കൂറുകളിലും ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. നിലവിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഇത് കാസർഗോഡാണ്. കാസർഗോഡ് ഇപ്പോൾ വലിയ തോതിലുള്ള മഴയില്ല. അല്പസമയം മുമ്പൊക്കെ ശക്തമായ മഴയായിരുന്നു ഇവിടെ ലഭിച്ചിരുന്നത്. ഇപ്പോൾ മഴ കുറച്ച് മാറി നിൽക്കുന്ന സാഹചര്യമാണ്. എന്നാലും പിടിച്ച ഒരു കാലാവസ്ഥ തന്നെയുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിലും ശക്തമായ മഴയുണ്ടാവും. ഇത് ഏറ്റവും പ്രധാനം കണ്ണൂരായാലും കാസർഗോഡായാലും മലയോര മേഖലകളിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം ഉരുൾപൊട്ടൽ, അതുപോലെ തന്നെ മണ്ണിടിച്ചൽ ഭീഷണി ഈ പ്രദേശങ്ങളിലെല്ലാം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കാലവർഷത്തിൽ നിരവധി ഇത്തരത്തിൽ ഉരുൾപൊട്ടലുണ്ടായ ഇടങ്ങളാണ് ഇരിട്ടി, അതുപോലെ കാസർഗോഡ് ജില്ലയിൽ പാണത്തൂർ തുടങ്ങിയ മേഖലകളിലൊക്കെ. അതുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ രാത്രി യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടങ്ങൾ പുറത്തിറക്കിയിരുന്നു. ഒപ്പം അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ മലയോര മേഖലകളിലേക്ക് യാത്ര ചെയ്യാവൂ എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട തീരപ്രദേശങ്ങളിലാണ് വലിയ തോതിലുള്ള തിരമാലകൾക്ക് സാധ്യതയുണ്ട്. ഒപ്പം ശക്തമായി വീശിയടിക്കുന്ന കാറ്റും വലിയ ഭീഷണിയാണ്. ഏതായാലും ഈ ജില്ലകളിൽ വൈദ്യുതി ബന്ധം ഇതുവരെ പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. പലയിടങ്ങളിലും ഈ വൈദ്യുതി പോസ്റ്റ് നിലംപൊത്തിയ ഒരു സാഹചര്യമുണ്ട്. വലിയ മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ട്. വീടിന് മുകളിലൊക്കെ ഇത്തരത്തിൽ മരം കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ട്. ഏതായാലും 2 മരണം കണ്ണൂരിൽ ഈ കാലവർഷക്കെടുതിയിൽ ഉണ്ടായിരിക്കുന്നു. നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിരിക്കുന്നു. എന്നാലും ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യം നേരിടാനും സജ്ജമാണെന്നും
ജില്ലാ കലക്ടർമാർ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ദുരന്ത നിവാരണ കമ്മിറ്റി യോഗം ചേർന്നിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖലയിലെ സന്ദർശനങ്ങളെല്ലാം വിലക്കുണ്ട്. ഇന്നുകൂടി വിലക്കുണ്ട്. ഇന്നത്തെ സാഹചര്യം നോക്കി നാളെ കൂടി ഇത്തരത്തിൽ വിലക്ക് ഏർപ്പെടുത്താനുള്ള ഒരു സാധ്യതയും പറയുന്നുണ്ട്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ പുതുക്കിയ കാലാവസ്ഥ ഇത് പ്രവചിക്കും. നാളെ ഏതായാലും ഓറഞ്ച് അലർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരത്തെ മഴയുടെ തോത് നോക്കി അതിൽ മാറ്റമുണ്ടാകുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ശരി ബൈജു, ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് ഉണ്ട്. പ്രിൻസ്, മൂന്നാറിൽ പ്രശ്നമാണ്. മൂന്നാറിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടെന്നാണല്ലോ റിപ്പോർട്ട്. ഉടുമ്പൻചോലയിൽ നിന്നും ചില വിവരങ്ങൾ വരുന്നുണ്ട്. എന്താണ് ഇടുക്കിയിൽ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ? മഞ്ജുഷ്, ഇന്നലെ കഴിഞ്ഞ 2 ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് മഴയ്ക്ക് അല്പശമനമുണ്ട്. ഇടവിട്ട് മാത്രം ശക്തമാകുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നു, കനത്ത മഴ പെയ്യുന്ന. എന്നാൽ ഇന്ന് അല്പം കുറവുണ്ടെങ്കിൽ പോലും മഴ പൂർണ്ണമായും മാറി എന്ന് പറയാനാവില്ല. ഇടയ്ക്കിടയ്ക്ക് അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. നിലവിൽ പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിൽ ഭീതി നിലനിൽക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ കട്ടപ്പന, കജിനാഥിൽ തന്നെ കട്ടപ്പന ഈ ചെറുതോണി പാതയിലെ വിവിധ പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഒപ്പം അടിമാലി മേഖലകളിൽ മണ്ണിടിച്ചിലുണ്ടായി. ഉടുമ്പൻചോലയിൽ 2 വീടുകൾക്ക് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീഴുന്ന സാഹചര്യവും പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ മരം ഒടിഞ്ഞു വീണ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റോഡ് ഗതാഗതം തടസ്സപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും വലിയ തോതിലുള്ള അപകടങ്ങൾ ഒരു സ്ഥലത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ ലോവർ പെരിയാർ പവർ ഹൗസിന് മുകളിലേക്ക് ഫീഡർ 2 ഫീഡറിന്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് കല്ല് വീണ് ഫീഡർക്ക് കേടുപാടുകൾ സംഭവിച്ച സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിലവിൽ മഴ നേരിയ കുറവുണ്ടെങ്കിൽ പോലും 1 മണിക്കൂറുകളിലൊക്കെ ശക്തമാകാനുള്ള സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായി മഴ മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലുള്ള യാത്രയ്ക്കൊക്കെയുള്ള നിരോധനം ഇന്നും തുടരുമെന്നാണ് സാധ്യത. ഒപ്പം ഗ്യാപ് റോഡിലൂടെയുള്ള യാത്ര പകൽ സമയത്തും നിരോധിച്ചിട്ടുള്ള നിലവിൽ ഏത് ദിവസം വരെ ഇന്ന് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗ്യാപ് റോഡിലുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ദേവികുളം മുതൽ ചിന്നക്കനാലിലെ പവർ ഹൗസ് വരെയുള്ള ഭാഗത്തൂടെയുള്ള യാത്രയാണ് നിരോധിച്ചിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ മഴക്കാലത്തുമൊക്കെ വലിയ തോതിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായി പ്രദേശമാണ് ഗ്യാപ് റോഡ്. അതുകൊണ്ട് തന്നെ ഇവിടെ അപകടങ്ങൾ സംഭവിക്കും, മരണം വരെ സംഭവിച്ച സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മുൻകരുതിയാണ് ഇപ്പോൾ ഗ്യാപ് റോഡിലെ ഗതാഗതത്തിന് ഒരു പൂർണ്ണ നിരോധനം, പകൽ സമയത്ത് പോലും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ അണക്കുട്ടയിലേക്കുള്ള നീരൊഴുക്കും ശക്തമായി വർദ്ധിച്ചിരിക്കുന്നു. കല്ലാർകുട്ടി, കല്ലാറ്, പാമ്പള, മലങ്കര തുടങ്ങിയ ഡാമുകളിൽ നിന്നുള്ള വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. അതോടൊപ്പം ഇടുക്കിയിലേക്കും മുല്ലപ്പെരിയാറിലും ഒക്കെ നീരൊഴുക്ക് ശക്തമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ മഴ നീരൊഴുക്കുള്ള പ്രദേശങ്ങളിൽ അണക്കെട്ടിലേക്ക് വലിയ തോതിലുള്ള നീരൊഴുക്കും നിലവിലുണ്ട്. എന്തായാലും വരും മണിക്കൂറിൽ മഴ ശക്തമാകുമെന്നാണ് പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ആളുകളോട് ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു. ശരി പ്രിൻസ്, എന്തായാലും അല്പം മഴ മാറി നിൽക്കുന്നുണ്ട് ഇടുക്കിയിൽ. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ശശി നാരായണൻ കൂടി ചേരുകയാണ്. ശശി, പമ്പയിൽ ജലനിരപ്പ് ഉയർന്നാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് സമീപ പ്രദേശങ്ങളിൽ. എന്താണ് ഇപ്പോൾ ജില്ലയിൽ നിന്നുള്ള ഒരു അവസ്ഥ പത്തനംതിട്ടയിൽ? മനുഷ്യ ജില്ലയിൽ ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇന്നലത്തെ 4 മണിക്ക് പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും വ്യാപകമായ നാശനഷ്ടം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. ജില്ലയിൽ പരക്കെ പല പ്രദേശങ്ങളിലും മരങ്ങൾ കടപുഴകി വീണും അതുപോലെ തന്നെ വൈദ്യുതി പോസ്റ്റുകൾ നിലംപതിച്ചും വൈദ്യുതി ബന്ധം അടക്കം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഇപ്പോഴും പന്തളത്തുണ്ട്. പന്തളത്ത് യക്ഷിവിളക്കാവിലാണ് ഇത്തരത്തിൽ 10ഓളം പോസ്റ്റുകൾ, ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ 10ഓളം പോസ്റ്റുകൾ മരങ്ങൾ കടപുഴകി വീണ് പോസ്റ്റുകൾ ഒടിഞ്ഞിട്ടുള്ളത്. ഇവിടങ്ങളിലെ വീടുകൾക്കും ഭാഗ്യമായി കേടുവന്നിട്ടുണ്ട്. പല വീടുകളുടെ മുകളിലേക്കാണ് മരങ്ങൾ കടപുഴകി വീണിട്ടുള്ളത്. 26ഓളം വീടുകൾക്കാണ് പത്തനംതിട്ട ജില്ലയിൽ ഈ മഴയുടെ ഭാഗമായുള്ള വീശിയടിച്ച കാറ്റിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്. കടുത്ത നാശനഷ്ടം പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പന്തളം, മുട്ടാർ തുടങ്ങിയ മേഖലകളിലും ഏനാത്ത്, അടൂർ, റാന്നി, വെള്ളപ്പള്ളി തുടങ്ങിയ മേഖലകളിലും ഇത്തരത്തിൽ വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കനത്ത മഴ ഇന്നലെ 4 മണിക്ക് തുടങ്ങിയ മഴ ഇന്ന് പുലർച്ചെ വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. എന്നാൽ വനമേഖലകളിൽ മഴ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയുന്ന. വനപ്രദേശങ്ങളിൽ ഇപ്പോഴും മഴ ശക്തമായി പെയ്യുന്നുണ്ട്. ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. പമ്പാ നദിയിലെ ജലനിരപ്പും നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. റാന്നി അരയാഞ്ഞിമൺ കോസ്റ്റ് വെള്ളത്തിനടിയിലാണ്. ആ പ്രദേശത്തും ഇതുപോലെ നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ നിലവിലുണ്ട്. ഏതായാലും ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ പല പ്രദേശങ്ങളിലും മണ്ണിടിച്ചിലുള്ള പ്രദേശങ്ങൾ, അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ, ഇത്തരം മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രത നിർദ്ദേശം ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഇവരെ മാറ്റി പാർപ്പിക്കാനുള്ള ക്യാമ്പുകളും സജ്ജമാണ്. നിലവിൽ മല്ലപ്പള്ളിയിൽ മാത്രമാണ് ഒരു ക്യാമ്പ് ഇപ്പോൾ
ഉള്ളത്. എന്തായാലും ഈ മരങ്ങൾ വെട്ടിമാറ്റി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ നടന്നു വരികയാണ്. ഇതുവരെ പൂർണ്ണമായി ഈ പ്രദേശങ്ങളിൽ പന്തളത്ത്, മുട്ടാറ്, യക്ഷിവളക്കാവ്, അതുപോലെ തന്നെ ഏന തുടങ്ങിയ മേഖല പൂർണ്ണമായി വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി മരങ്ങൾ വെട്ടി വയ്ക്കുന്ന ജോലികൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഗതാഗത സൗഭാഗ്യമായി ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഇന്നലത്തെ മഴയ്ക്ക് ശേഷം പെയ്ത മഴയ്ക്ക് ശേഷം മഴയും കാറ്റും ഉണ്ടായ കെടുതിയാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ തീവ്രമായ മഴ ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രത നിർദ്ദേശം ജില്ലയിൽ തുടരുകയാണ്. മഞ്ചേഷൻ. പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒഴുക്കിൽപ്പെട്ടിരുന്നു. വിനേഷ് കുമാർ ചേരുകയാണ്. വിനേഷ്, എന്താണ് വിവരം? മഞ്ജുഷ്, അല്പസമയം മുമ്പാണ് ചിറ്റൂർ പുഴയിൽ 4 പേരെ കുടുങ്ങിയത്. എന്തായാലും അവരെ രക്ഷപ്പെടുത്താനുള്ളൊരു ശ്രമം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഫയർഫോഴ്സും സംഘവും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായിട്ടുണ്ട്. എന്തായാലും അവരെ എത്രയും പെട്ടെന്ന് അവരെ പുറത്തെത്തിക്കാൻ കഴിയും എന്നാണ് അല്പസമയം മുമ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞത്. കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. ചിറ്റൂർ പുഴ നരണി ആലങ്കോട് കോസ്വേക്ക് താഴെയാണ് ഉള്ള കടവിലാണ്. ഇവർ എന്തിനാണ് പുഴയിൽ ഇറങ്ങിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഇവരുടെ 3 ആണുങ്ങളും ഒരു സ്ത്രീയാണ്. സ്ത്രീ പ്രായമായൊരു വയോധികയാണ് എന്നാണ് നമുക്ക് അവരെ കാണാൻ കഴിയുന്നുണ്ടല്ലേ? അവരെ കാണാൻ കഴിയുന്നുണ്ട്. അവരെ ഇപ്പോൾ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നാണല്ലേ? ആ ദൃശ്യങ്ങൾ അതാണല്ലോ അല്ലേ? തീർച്ചയായും അവരെ രക്ഷപ്പെടുത്താൻ കഴിയും എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അവർ ഒഴുകിപ്പോയിട്ടില്ല. എന്തായാലും ശക്തമായ ഒഴുക്കിൽ അതിന്റെ ചെറിയൊരു തുരുത്ത് നമുക്ക് അതിൽ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ തുരുത്തിലാണ് ഇപ്പോൾ അവരുള്ളത്. ഈ ചിറ്റൂര് ഇവിടെ വലിയ ഒഴുക്കുള്ളതാണ്. ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ട്. മഴയും ശക്തമായ മഴ പാലക്കാട് ഇല്ലെങ്കിൽ പോലും കഴിഞ്ഞ രാത്രിയിലെല്ലാം ഉണ്ടായ മഴ, അതുപോലെ തന്നെ വനമേഖലയിൽ ഉണ്ടായ മഴയും ഉൾപ്പെടെയാണ് ഈ പുഴയിൽ ഇത്രയും വെള്ളം ഉണ്ടാവാനുള്ള ഒരു കാരണം. രക്ഷിക്കാൻ പോയ ആളുകൾ അവരുടെ അടുത്തേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അവരെ ലൈഫ് ജാക്കറ്റ് കൊടുത്ത് അവരെ കരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ? നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഒരാളെ ഇവർക്ക് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിക്കുന്ന ഒരു നടപടി ആരംഭിച്ചു എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും മറ്റുള്ളവരെ കൂടി അല്പസമയത്തിനകം തന്നെ രക്ഷിക്കാൻ കഴിയും, പുറത്തെത്തിക്കാൻ, പുഴയ്ക്ക് പുറത്തേക്ക് എത്തിക്കാൻ, കരയിലെത്തിക്കാൻ കഴിയും എന്ന് തന്നെയുള്ള ഒരു പ്രതീക്ഷയാണ് എന്തായാലും ഫയർഫോഴ്സിന് ഉൾപ്പെടെ ഉള്ളത്. എന്തായാലും മന്ത്രി ഉൾപ്പെടെയുള്ള സംഘം, കൂടുതൽ ആളുകൾ ഈ ചിറ്റൂർ പുഴയിലേക്ക് എത്തുന്നുണ്ട്. ഈ നരണി ആലങ്കോട് കോസ്വേക്ക് താഴെ, കാരണം അതൊരു ആളുകൾ സ്ഥിരമായി ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലം കൂടിയാണത്. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ ഇവർ കുടുങ്ങിയത് ആളുകൾ മനസ്സിലാക്കുകയും യഥാസമയം ഫയർഫോഴ്സിനെയും മറ്റും വിവരം അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫയർഫോഴ്സും സംഘവും പെട്ടെന്ന് തന്നെ അവിടെ കുതിച്ചെത്തുകയായിരുന്നു. തുടർന്ന് ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. കയറിട്ടിപ്പോൾ വലിയ വടമിട്ടുകൊണ്ട് അവരെ അതിൽ പിടിച്ചാണ് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചത്. 4 ആണോ 5 ആണോ? 4 പേരല്ലേ? 4 പേരാണ്. അതിൽ 3 പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന് എന്തിനാണ് ഇവർ പുഴയിൽ ഇറങ്ങിയത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തതയില്ല. കുളിക്കാൻ എന്നുള്ളതായിരുന്നു നമുക്ക് ലഭ്യമായ ഒരു പ്രാഥമിക വിവരം. പക്ഷേ അത് തന്നെയാണോ കാരണം എന്നുള്ളതിൽ വ്യക്തതയില്ല. എന്തായാലും വയോധികയും 3 മറ്റു പുരുഷന്മാരുമാണ് ഇവരുടെ കൂടെയുള്ളത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ 4 പേരും ഇപ്പോൾ സുരക്ഷിതരാണ്. ഇനി അവരെ ശക്തമായ മലവെള്ളപ്പാച്ചിലും കുത്തിയൊഴുക്കും എന്തായാലും ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകും. അതിനു മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് ഇവരെ കരക്കെത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം, ആ ഒരു ദൗത്യമാണ് ആരംഭിച്ചിട്ടുള്ളത്. അത് ഏറെക്കുറെ ഒരാളെ കയറിൽ കൃത്യമായി തന്നെ അവരെ വടം കെട്ടി ഒരാളെ കരയിലെത്തിക്കാനുള്ള ഒരു തീവ്ര ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും. ഈ ചിറ്റാർപുഴയിൽ പെട്ടെന്ന് ഒഴുക്ക് കൂടി വരുന്ന ഒരു പ്രദേശം കൂടിയാണല്ലോ അല്ലെ? മലവെള്ളം ഒലിച്ചു വരുന്ന കാര്യമുണ്ടല്ലോ അല്ലെ? ഇത് അത് ആ സമയത്ത് ഇവർ ഇറങ്ങിയ സമയത്ത് അങ്ങനെ ഒരു ഒഴുക്കുണ്ടായി കാണില്ല. അതായിരിക്കുമല്ലോ സംഭവിച്ചത്. മഞ്ജുഷ, പാലക്കാട് കാര്യമായ മഴയില്ല. അങ്ങനെ ഒരു പുഴയിൽ വലിയ തോതിൽ വെള്ളം നിറയാൻ പാകത്തിലുള്ള ഒരു മഴ ഇന്നലെ പകല് ഉണ്ടായിട്ടില്ല. ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. മാത്രമല്ല ഈ പുഴകളെല്ലാം തന്നെ നമുക്കറിയാം ഈ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും സുപ്രധാന മേഖലയിൽ നിന്നാണ്, പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. വനമേഖലയിലൂടെ കടന്നു വരുന്ന പുഴയാണ് ചിറ്റൂർ പുഴ ഉൾപ്പെടെ. സ്വാഭാവികമായും ഇത് വനത്തിൽ കാര്യമായി മഴ പെയ്യും. കാരണം ഈ നിത്യഹരിത വനങ്ങളാണ്, മഴപ്രദേശമാണ്, മഴക്കാടുകളാണ്. സ്വാഭാവികമായും അവിടെ സാധാരണ നിലയിൽ മഴ അളവിൽ കൂടുതലായിരിക്കും. അവിടെ മഴ പെയ്തതായിരിക്കണം ഒരുപക്ഷെ ഇത്രത്തോളം കുത്തിയൊഴുക്കുണ്ടാകാനുള്ള ഒരു കാരണം. ഇത് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഈ മഴയുള്ള സാഹചര്യങ്ങളിൽ ആളുകൾ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകളിലും പുഴയിലൊന്നും പോകരുതെന്ന് കർശന നിർദ്ദേശം
സർക്കാരിൻ്റെതായിട്ടും ജില്ലാ ഭരണകൂടത്തിൻ്റെതായിട്ടും എല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവരെങ്ങനെ ഈ 4 പേർ പുഴ കടന്നു, ഇനി മറ്റെങ്ങോട്ടെങ്കിലും പുഴ മുറിച്ചു കടന്നു പോവുകയായിരുന്നോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും ഇവരെ കരയിലെത്തിച്ച ശേഷം മാത്രമേ അതിന്റെ ഒരു കൃത്യമായ ഒരു വിവരം ലഭിക്കുകയുള്ളൂ. കൃത്യമായിട്ട് ഏതാണ് സ്ഥലം? നർണി ആലാംകടവ് കോസ്വേക്ക് താഴെ അല്ലേ? അത് ഏത് ഭാഗത്തായിട്ട് വരും? ചിറ്റൂരിൽ തന്നെയാണത്. യഥാർത്ഥത്തിൽ ഇത് പാലക്കാടിൽ നിന്ന് നമുക്ക് ചിറ്റൂരിലേക്ക് ഏകദേശം 3/4 മണിക്കൂറോളം ദൂരം, 1 മണിക്കൂറിന്റെയും 1 മണിക്കൂറിന്റെയും ഇടയിലാണ് പാലക്കാട് നഗരത്തിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം. എന്തായാലും ചിറ്റൂരിലൂടെ ഒഴുകുന്ന പുഴയാണ്. ചിറ്റൂര് നമുക്കറിയാം വലിയ ചെറിയൊരു പട്ടണം മാത്രമാണ് ഈ ചിറ്റൂര്. അതിന്റെ സമീപത്താണ് ഉള്ളത്. ഗായത്രി പുഴയും അതുപോലെ തന്നെ ഒരു ഭാഗത്ത് നിളയും എല്ലാം തന്നെ കൽപ്പാത്തി പുഴയും എല്ലാം തന്നെ ചേരുന്ന പല ഭാഗങ്ങളിലൂടെ ഒഴുകിയിട്ട് ഈ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് വരുന്നത്. അതിലൊന്നാണ് ഈ ചിറ്റൂർ പുഴ. ഈ ചിറ്റൂർ പുഴയുടെ നരണി ഭാഗത്ത്, നരണി ആലങ്കോട് കോസ്വേക്ക് താഴെയാണ് ഈ 4 പേരും ഈ വെള്ളത്തിൽ കുടുങ്ങിയിട്ടുള്ളത്. അതിന്റെ നടുവിലായി നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും ചെറിയൊരു തുരുത്തുണ്ട്. ആ തുരുത്ത് പൂർണ്ണമായും വെള്ളം കയറിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഉള്ള ഒരു ആശ്വാസം. പക്ഷേ ഇനിയും മഴ, വനത്തിലോ മറ്റോ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറും. അങ്ങനെ വരികയാണെങ്കിൽ വലിയ അപകടത്തിലേക്ക് എത്തും. എന്തായാലും ആ സമയത്തിന് മുമ്പ് തന്നെ ഇവരെ എത്രയും പെട്ടെന്ന് കരയ്ക്ക് എത്തിക്കുക എന്നുള്ളൊരു ശ്രമമാണ്, അങ്ങനെ ഒരു ദൗത്യമാണ് ആരംഭിച്ചിട്ടുള്ളത്. ആ ദൗത്യം പൂർണ്ണമായും വിജയത്തിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഫയർഫോഴ്സിനും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിനും ഉൾപ്പെടെയുള്ളത്. എന്തായാലും മന്ത്രിയും ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ള ആളുകൾ അല്പസമയത്തിന് അകം തന്നെ സ്ഥലത്തെത്തും. ഒരാളെ കരയ്ക്ക് എത്തിച്ചു അല്ലെ? നല്ല പ്രായമുള്ള ഒരു സ്ത്രീ ആയിരുന്നു അല്ലെ ഇപ്പൊ കരയ്ക്ക് എത്തിച്ച് രക്ഷപ്പെടുത്തിയ ആൾ? അതെ അതെ അതെ, കാരണം അവരെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം ആദ്യം ഈ രക്ഷാപ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ അവരായിരുന്നു ആദ്യം അവരെ രണ്ടുപേരെ എത്തിച്ചു. രണ്ടുപേരെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ? 2 പേരെ, ഒരു ചെറുപ്പക്കാരനെയും കാണാം. അതെ അതെ, രണ്ടുപേരെ കൂടി ഇനി 2 പേരെ കൂടി രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം വളരെ സ്പീഡായിട്ട് തന്നെ, കാരണം നമ്മുടെ ഫയർഫോഴ്സ് എല്ലാം തന്നെ ഉണർന്നു പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെ എടുത്തു പറയണം. കാരണം ഈ സംഭവം നടന്ന അറിഞ്ഞതും മണിക്കൂറുകൾക്കകം തന്നെ ഫയർഫോഴ്സ് ഇവിടെ നിന്ന് എത്തി. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ പാലക്കാട് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇവരെ യഥാസമയം തന്നെ ഇവരെ എത്തിക്കാൻ കഴിയും. നമുക്കറിയാം ഈ ചിറ്റൂര്, പാലക്കാട് ചിറ്റൂര് അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനാക്ഷിപുരം തമിഴ്നാട് ഇതിൽ വരുന്ന സ്ഥലമാണ്. എന്തായാലും ആ ഭാഗത്തുള്ള ആളുകളുടെ ഒരു ഇടപെടൽ കൂടി ഇതിൽ എടുത്തു പറയേണ്ടതാണ്. കാരണം ഇവർ കുടുങ്ങിയ ഉടൻ തന്നെ ഇവരെപ്പോൾ കുടുങ്ങി എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അറിയില്ല. മണിക്കൂറുകളോളം ആയോ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ വ്യക്തത ലഭിക്കണമെങ്കിൽ ഇവരെ പുറത്തെത്തിച്ച് ഇവരോട് സംസാരിച്ച ശേഷമേ അങ്ങനെ ഒരു വിവരം ലഭിക്കുകയുള്ളൂ. എന്തായാലും അവരെ ഇപ്പോൾ 2 പേരെ പിന്നെ പുറത്തേക്ക് എത്തിക്കുന്നുണ്ട്. ഇനിയും 2 പേരെ കൂടി കൊണ്ടുവരാൻ കഴിയും. അത് അല്പസമയത്തിനകം തന്നെ ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തകർ. ഇതുവരെ 2 പേരെ രക്ഷപ്പെടുത്തി. ആ ഒരു ചെറിയ തുരുത്താണല്ലോ. എന്തായാലും മഴ ഇല്ല എങ്കിൽ പോലും വെള്ളം കുത്തിയൊലിച്ച് തന്നെ വരുന്നുണ്ട് അവിടെ. ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. ഇവർ ഫയർഫോഴ്സിന്റെ ജീവനക്കാർ അവരുടെ തൊട്ടടുത്ത് വരെ ആ വടത്തിൽ പിടിച്ച് ആ തൊട്ടടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ 2 പേരെ പതുക്കെ പിടിച്ച് കരയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി 2 പേർ അല്ലേ? 2 പേർ കൂടിയുണ്ട്. അപ്പോൾ പേരാണ് കുടുങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. 4 പേരെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാനും കഴിയുന്നുണ്ട്. അതിൽ 2 പേരെ മാത്രമാണ് കരയിൽ എത്തിക്കാൻ കഴിഞ്ഞത്. ബാക്കി 2 പേരാണ് ഇപ്പോൾ പുഴയിൽ കുടുങ്ങിയിട്ടുള്ളത്. അവരെയും എത്രയും പെട്ടെന്ന് എത്തിക്കാൻ കഴിയും. അവരുടെ അടുത്ത് ഫയർഫോഴ്സിന്റെ ആളുകൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. എത്തി ആ തുരുത്തിൽ കയറി. ഇപ്പോൾ ദൃശ്യങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. ഏറ്റവും പുതിയ ദൃശ്യങ്ങളിൽ 2 പേര്, അതിൽ ഒരാളെ കൂടി ലൈഫ് ജാക്കറ്റ് ഇടിച്ച് കൊണ്ടുവരികയാണ്. അങ്ങനെ 3-ാമത്തെ ആൾ, അത് കുറച്ച് പ്രായമായ ഒരാളാണ്. അദ്ദേഹത്തെയും ഇപ്പോൾ വടം കെട്ടി കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ 3-ാമത്തെ ആളെയും രക്ഷിച്ചുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ ഒരാൾ കൂടി ബാക്കിയുണ്ട് അല്ലേ? അതെ അതെ അതെ, നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് മൂലത്തറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നതോടെയാണ് ചിറ്റൂർ പുഴയിൽ വെള്ളം കൂടിയത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അധികൃതരുടെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇത് കൃത്യമായി തന്നെ ഈ മൂലത്തറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിന് കൃത്യമായി തന്നെ അലർട്ട് നൽകിയിട്ടുണ്ട്. എന്നിട്ട് പോലും ആളുകൾ എങ്ങനെ കടന്നു എന്നുള്ളതാണ് അധികൃതർ ചോദിക്കുന്നത്. എന്തായാലും ആ ഷട്ടർ തുറന്നതോടുകൂടിയാണ് ഈ ചിറ്റൂർ പുഴയിലേക്ക് കൂടുതൽ വെള്ളം ഇരച്ചു വരികയായിരുന്നു. ഇത് പിന്നെ നിലവിലറിയാം മലവെള്ളപ്പാച്ചിലുള്ള ഒരു സ്ഥലമാണിത്. മലയിൽ നിന്ന് വെള്ളം വരുന്നതുണ്ട്. അത് കൂടാതെയാണ് ഈ മൂലത്തറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ കൂടെ ഉയർത്തിയോട് കൂടിയിട്ടാണ് വെള്ളം കുതിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിനിടയിലാണ് ഒരുപക്ഷെ ഇവർ കടക്കുന്നതിന് മുമ്പ്, ഇനി കടന്നതിന് ശേഷമാണോ ഷട്ടർ തുറന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്ര വെള്ളമില്ല അതുകൊണ്ട് കടന്നു പോകാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലോ മറ്റോ കടന്നതാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ അവിടെ കടന്നത് എന്നുള്ള കാര്യത്തിൽ ഇനി ഒരു വ്യക്തത എന്തായാലും അധികൃതരുടെ ഭാഗത്തുനിന്നും അവരുടെ വിശദീകരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ല, ഇത് എല്ലാ പുഴകളിലും ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. കനത്ത മഴ പെയ്യുമ്പോൾ മലവെള്ളം കുതിച്ചു പാഞ്ഞു വരും. അതിന് തൊട്ട് മുൻപ്
പുഴകളിൽ ജലനിരപ്പ് ഉണ്ടാവില്ല, പക്ഷേ പെട്ടെന്നായിരിക്കും ജലനിരപ്പ് ഉയരുന്നത്. അതുപോലെ തന്നെ ചെറിയ ഡാമുകൾ തുറക്കുന്ന സമയത്ത്, ചെറിയ ഡാമുകൾ പലയിടത്തും തുറന്നു വിടുന്ന ഒരു സമയമാണല്ലോ ഇത്. അത് ചിറ്റൂർ പുഴയിലും അങ്ങനെ തന്നെയാണ്, പാലക്കാടിന്റെ മറ്റു ഭാഗങ്ങളിലും അങ്ങനെയാണ്, ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഒക്കെ സമാനമായ സംഭവങ്ങൾ, സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇത് ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം തന്നെയാണിത്. പെട്ടെന്ന് വെള്ളമുണ്ട് എന്ന് തോന്നുകയില്ല, പക്ഷേ പൊടുന്നനെയായിരിക്കും വെള്ളം കുതിച്ചു വരുന്നത്. എന്തായാലും അത് തന്നെയാണ് സംഭവിച്ചത് എന്ന കാര്യം വ്യക്തമാണല്ലോ വിനേഷ്. വെള്ളമില്ലാത്ത ഒരു സമയമായിരുന്നു, പക്ഷേ ഡാമിൽ നിന്നുള്ള വെള്ളം കുതിച്ചു വരികയായിരുന്നു. ഇപ്പോൾ ജലനിരപ്പ് ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ മൂന്നാമത്തെ ആളെ രക്ഷപ്പെടുത്തുമ്പോൾ വളരെ പണിപ്പെട്ടാണ്, ആദ്യ 2 പേരെ രക്ഷപ്പെടുത്തുന്നതിനേക്കാൾ പണിപ്പെട്ടാണ് ഇപ്പോൾ മൂന്നാമത്തെ ആളെ, അത് അല്പം പ്രായം ചെന്ന ആൾ കൂടിയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ വടം കെട്ടി ലൈഫ് ജാക്കറ്റ് ധരിപ്പിച്ച് ഇപ്പോൾ അടുത്തെത്തിക്കഴിഞ്ഞു, കരയോട് ഏകദേശം അടുത്ത് എത്തിക്കഴിഞ്ഞു. 4ാമത് ഒരാൾ കൂടി അവിടെ ആ തുരുത്തിൽ അവശേഷിക്കുകയാണ്. അദ്ദേഹത്തെ കൂടിയാണ് ഇനി രക്ഷപ്പെടുത്താനുള്ളത്. അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫയർഫോഴ്സിൻ്റെ ജീവനക്കാരും ഉണ്ട്. ഇനി എന്തായാലും അദ്ദേഹത്തെയും രക്ഷപ്പെടുത്താൻ കഴിയും, അത് സംശയമില്ലാത്ത കാര്യമാണ്. എന്തായാലും ഒരു വലിയ അപകടം ഒഴിവാവുകയാണ് അല്ലേ വിനേഷ്? വലിയൊരു ദുരന്തം ഒഴിവാകുന്നു എന്നുള്ളൊരു ആശ്വാസം നമുക്കുണ്ടെങ്കിൽ പോലും നമ്മുടെ സ്ഥലങ്ങളിൽ ഇപ്പൊ അതായത് മഴയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകളിലോ അല്ലെങ്കിൽ പുഴകളിലോ ആളുകൾ ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ്. കാരണം എവിടെയാണ് മഴ പെയ്യുന്നത്, എവിടെയാണ് കൃത്യമായി ഷട്ടറുകൾ തുറക്കുന്നത്, ഈ ഷട്ടറുകൾ തുറക്കുന്നതെല്ലാം തന്നെ കൃത്യമായി തന്നെ മാധ്യമങ്ങളിലൂടെയും മറ്റും വിവരം അധികൃതർ നൽകുന്നുണ്ടെങ്കിൽ പോലും ഇത് കൃത്യമായൊന്നും ആളുകൾ മനസ്സിലാക്കാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് ഒരുപക്ഷെ ഇത്തരത്തിൽ പുഴയിൽ ഇറങ്ങുന്നതും ഇത്രയും കുത്തിയൊഴുക്കുള്ള സ്ഥലത്ത് ഇറങ്ങുന്നതും ഇവിടെ ഷട്ടറുകൾ, ഈ മൂലത്തറയിലെ ഷട്ടറുകൾ തുറന്നു കഴിഞ്ഞാൽ വെള്ളം വരും എന്നൊക്കെ ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതൊന്നും വകവെക്കാതെ ഇത്തരത്തിൽ പുഴയിൽ ഇറങ്ങുന്നത് വലിയ അപകടം ക്ഷണിച്ചു വരുത്തുകയേ ഉള്ളൂ എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായി തന്നെ, രക്ഷാപ്രവർത്തനം വളരെ സ്പീഡായി തന്നെ, പിന്നെ എല്ലാ സംവിധാനങ്ങളും, അതായത് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിച്ചു. ഈ മഴക്കെടുതി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കലക്ടറേറ്റിൽ ഒരു യോഗം ഉണ്ടായിരുന്നു. യോഗത്തിന്റെ അധ്യക്ഷനായത് മന്ത്രിയായിരുന്നു, മന്ത്രി കെ കൃഷ്ണൻകുട്ടി. സംഭവം അറിഞ്ഞതും കൃഷ്ണൻകുട്ടി ഇപ്പോൾ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. മന്ത്രി കൃഷ്ണൻകുട്ടി അവിടെ എത്തി. അതായത് മൂന്നാമത്തെ ആളെയും കരയിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ 4 പേർ കുടുങ്ങിയതിൽ 3 പേരെ കരയ്ക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ കരയോട് അടുപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി, മൂന്നാമത്തെ ആളെയും രക്ഷപ്പെടുത്തി. 4ാമത്തെ ആൾക്കും പേടിക്കാനില്ല. അവിടെ ജീവനക്കാർ, അഗ്നിശമന സേനയുടെ ജീവനക്കാർ എത്തിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ ലൈഫ് ജാക്കറ്റ് ഉണ്ട്. വടത്തിൽ കെട്ടിയ ഒരാൾ കൂടിയാണ് ബാക്കിയുള്ളത്. അദ്ദേഹത്തെ കൂടി കരയിലേക്ക് എത്തിക്കാൻ കഴിയും. 1 മണിക്കൂർ നേരം കുടുങ്ങിയെന്നാണ് അല്ലേ? അറിയാൻ വൈകിയെന്നും തോന്നുന്നു അല്ലേ? കൂടുതൽ ആളുകളുള്ള സ്ഥലമായിരിക്കില്ല, അതുകൊണ്ടായിരിക്കാം. എന്തായാലും 1 മണിക്കൂറോളം അവർക്ക് അവിടെ നിൽക്കേണ്ടി വന്നു എന്നാണ് അല്ലേ വിനേഷ്? അങ്ങനെയാണ് മഞ്ജുഷ്, നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അങ്ങനെയാണ്. കാരണം അവർ 1 മണിക്കൂറേ ആയിട്ടുള്ളൂ. 1 മണിക്കൂർ ഈ ഉച്ച സമയത്താണ്. എന്തായാലും ഈ സമയത്ത് പുഴ കടന്ന് എങ്ങോട്ടാണ് അവർ പോയത്? മറുകര എത്തി അവിടെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുന്നവരാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് പാലം കടന്നു പോയില്ല എന്നൊക്കെ ഉള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട്. എന്തായാലും അവർ പുറത്തെത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അക്കാര്യത്തിൽ പറയാൻ പറ്റുള്ളൂ. എന്തായാലും 3 പേരെ കരക്കെത്തിച്ചു എന്നുള്ളതിന് വലിയ ആശ്വാസമാണ്. 4ാമത്തെ ആളെയും അവർക്ക് എത്രയും പെട്ടെന്ന് ഈ വടം ഇട്ടുകൊണ്ട് തന്നെ അവരെ രക്ഷപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. കാരണം അതിനിടയിൽ ഇനിയിപ്പോ എന്തായാലും ഷട്ടറുകൾ തുറക്കാൻ സാധ്യതയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ വനത്തിൽ മഴ പെയ്തു കഴിഞ്ഞാൽ പോലും പുഴകളിൽ വലിയ തോതിലുള്ള മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവാറുണ്ട്. നമുക്കറിയാം, കോഴിക്കോട് പശുക്കടവിൽ പ്രദേശത്ത് പോലും മഴയില്ലാത്തൊരവസ്ഥ ഉണ്ടാകുമ്പോഴും വനത്തിൽ മഴ പെയ്ത സമയത്തുണ്ടായ മലവെള്ളപ്പാച്ചിലാണ് 3 പേർ മരിച്ച സംഭവം ഉണ്ടായത് നമുക്ക് പിന്നെ ഓർമ്മയുണ്ട്. എന്തായാലും അതുപോലെ തന്നെ ഒരു പശുക്കടവ് വലിയൊരു ദുരന്തമായിരുന്നു. കാരണം ആ പ്രദേശത്ത് എവിടെയും മഴയുടെ ഒരു ലക്ഷണം പോലും ഉണ്ടായില്ല. പക്ഷെ വനത്തിൽ വലിയ മഴ പെയ്തു. ആ മലവെള്ളപ്പാച്ചിലിൽ 3 പേർ ഒഴുകിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായതാണ്. അപ്പൊ അതുപോലെ തന്നെ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വനത്തിലും മറ്റു സ്ഥലങ്ങളിലും നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് ഒരു പക്ഷേ മഴ ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിൽ മഴയുണ്ടാവും. അതുകൊണ്ട് തന്നെ അത്തരം രക്ഷാപ്രവർത്തകരും വളരെ വലിയ സേവനമാണ് നൽകുന്നത്. ഇവ മലവെള്ളം കുത്തി ഒലിച്ചു വരികയാണ്, അതിനിടയിൽ കൂടെ വെള്ളം മുറിച്ച് കടക്കുകയാണ് ഇപ്പോൾ ഈ ജീവനക്കാർ. അവർ എത്തിയിട്ടുണ്ട്. 4ാമത്തെ ആളുടെ അടുത്തെത്തി. അദ്ദേഹത്തെ ഇപ്പോൾ ലൈഫ് ജാക്കറ്റ് ഇട്ടു, വടം കെട്ടി ഇനി കരയിലേക്ക് കൊണ്ടുവരും. ആ സമയത്ത് വെള്ളം കൂടുതൽ ശക്തിയായിട്ടുണ്ട്. ശക്തമായ ഒഴുക്കാണ് ഇപ്പോൾ ചിറ്റൂർ പുഴയുടെ ഏകദേശം നടുവിലാണ്, ഒരു ചെറിയ തുരുത്തിൽ ആണ് ഈ 4 പേരും കുടുങ്ങിയത്. ആ 4 പേരിൽ 3 പേരെ രക്ഷിച്ച് കരയിലേക്ക് കൊണ്ടുവന്നു. 4ാമത്തെ ആളെ ഇപ്പോൾ രക്ഷിക്കുകയാണ്. 3 പേർ അടുത്തെത്തിയിട്ടുണ്ട്. 3 പേർ അവരുടെ അടുത്ത്, ഈ അഗ്നിരക്ഷാ സേനയിലെ 3 പേർ അവരുടെ അടുത്ത് എത്തി. ബാക്കിയുള്ളവരും ഉണ്ട്, പുഴയുടെ നടുവിൽ തന്നെയുണ്ട്. വടം കെട്ടുന്നു. ഇനി
വലിച്ച് നാലാമത്തെ ആളെയും കൊണ്ടുവരുവാനുള്ള ശ്രമമാണ്. മന്ത്രിയും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു വലിയ ദുരന്തം ചിറ്റൂർ പുഴയിൽ ഒഴിവാവുകയാണ്. സമയോചിതമായ ഒരു ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ ഈ ഡാമിന്റെ ഷട്ടർ തുറന്നതാണ് പെട്ടെന്ന് വെള്ളം കുതിച്ചു വരാൻ കാരണമായത്. ഏറ്റവും ഒടുവിൽ ചില വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. ഷട്ടർ തുറക്കുന്ന കാര്യം അറിയിച്ചതാണ്, പക്ഷേ എല്ലാവരിലേക്കും അത് എത്തിയിട്ടുണ്ടാവില്ല. സാഹസികമായ രീതിയിൽ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഇത്രയും ശക്തമായ ഒഴുക്ക് ഉണ്ടായിരുന്നു. ഓരോ നിമിഷവും വെള്ളത്തിന്റെ ഒഴുക്ക് കൂടി വരുന്ന ഒരു സമയത്താണ് ചിറ്റൂർ പുഴയുടെ നടുക്ക് ഇത്തരമൊരു രക്ഷാപ്രവർത്തനം നടത്തുന്നത് എന്ന കാര്യം കൂടി ഓർക്കേണ്ടതാണ്. ഇതിൽ ഇപ്പോൾ 4 പേർ കുടുങ്ങിയതിൽ 3 പേരെ സുരക്ഷിതമായി കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. 4ാമത്തെ ആളെ ഇപ്പോൾ പുഴയുടെ നടുവിൽ നിന്ന് വടം കെട്ടി കരയിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ രക്ഷാപ്രവർത്തനം പൂർത്തിയാകും. 3 പുരുഷന്മാരും 1 സ്ത്രീയുമായിരുന്നു കുടുങ്ങിയത്. അതിൽ 2 പേർ നല്ല പ്രായമുള്ള ആളുകളാണ്. ഒരാൾ ചെറുപ്പക്കാരനാണ്, ഒരാൾ മധ്യവയസ്കനുമാണ്. ഈ 4 പേരെയും അതിസാഹസികമായിട്ട് തന്നെ ചിറ്റൂർ പുഴയിൽ വെള്ളം ഉയരുന്ന സമയത്ത് തന്നെ ഇങ്ങനെയൊരു രക്ഷാപ്രവർത്തനത്തിലൂടെ കൈപിടിച്ച് കരയിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞിരിക്കുകയാണ്. വടം കെട്ടി നാട്ടുകാരും അഗ്നിരക്ഷാസേനയുടെ ജീവനക്കാരും ഉണ്ട്. നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ, ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെ ഇടപെടൽ, ഇത് പെട്ടെന്നുണ്ടായതുകൊണ്ട് ഈ ഒരു വലിയ അപകടം ഒഴിവാവുകയാണ്. 4ാമത്തെ ആളെയും കരയിലേക്ക് ഏതാണ്ട് അടുപ്പിച്ചിരിക്കുകയാണ്. ഇനി മീറ്ററുകൾ മാത്രം ദൂരെയാണ് ഈ 4ാമത്തെ ആളും ഉള്ളത്. കരയോടടുത്ത് കഴിഞ്ഞു. അവിടെ അത്ര ഒഴുക്ക് ഇപ്പോൾ കാണുന്നില്ല. കരയോടടുത്ത ഭാഗമായതിനാൽ അത്ര ഒഴുക്കില്ല. അദ്ദേഹത്തെയും ഇപ്പോൾ ലൈഫ് ബോയുടെ സഹായത്തോടു കൂടി ഇപ്പോൾ കരയ്ക്ക് അടുപ്പിക്കുകയാണ്. വടം കെട്ടിയിട്ടുണ്ട്. വടത്തിൽ കെട്ടിയാണ് കൊണ്ടുവന്നത്. അങ്ങനെ 3 പുരുഷന്മാരെയും 1 സ്ത്രീയെയും രക്ഷപ്പെടുത്തുകയായിരുന്നു ചിറ്റൂർ പുഴയിൽ ഇപ്പോൾ നടത്തിയ രക്ഷാപ്രവർത്തനം. വിനേഷ്, എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് ഉണ്ടോ? മറ്റാരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും വിവരങ്ങൾ? ചിറ്റൂർ പുഴയിൽ ഇപ്പോൾ പല ഭാഗങ്ങളിലും ഇങ്ങനെ കടവുകളുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും അപകട സാധ്യതയുള്ള മേഖലയിൽ നിന്ന് എന്തെങ്കിലും മറ്റ് റിപ്പോർട്ടുകൾ വരുന്നുണ്ടോ? മഞ്ജുഷ്, 4ാമത്തെ ആളെയും ഇപ്പോൾ കരയിലെത്തിക്കുന്നു എന്നുള്ളതാണ്. ഏറെക്കുറെ കരയിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് കൂടുതൽ ആശ്വാസം പകരുന്ന ഒരു നടപടിയാണ്. ആശ്വാസം പകരുന്ന ഒരു നിമിഷമാണ് കടന്നു പോകുന്നത്. എന്തായാലും ഈ 4 പേരും വലിയ തോതിൽ തന്നെയുള്ള മലവെള്ളപ്പാച്ചിൽ, വലിയ തോതിലുള്ള വെള്ളപ്പാച്ചിലിൽ നിന്നാണ് ഈ 4 പേരെ അതിസാഹസികമായി തന്നെയാണ് ഇവർ ഫയർഫോഴ്സും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരും കരക്കെത്തിച്ചിട്ടുള്ളത്. എന്തായാലും മറ്റുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ മഴ ഒറ്റപ്പെട്ട മഴ മാത്രമാണ്. ഒറ്റപ്പെട്ട എന്ന് പറഞ്ഞാൽ ഇടവിട്ട് ഉള്ള തുടർച്ചയായ ശക്തമായ മഴയും ഒന്നുമില്ല. എങ്കിൽ പോലും മറ്റു പല സ്ഥലങ്ങളിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വനമേഖലയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ശക്തമായ മഴ പെയ്യുമ്പോഴാണ് ഡാമുകൾ നിറയുന്നതും ഡാമുകളുടെ ഷട്ടറുകൾ തുറക്കുന്നതും ഒരു സാഹചര്യമുണ്ട്. മൂലത്തറയിലെ റെഗുലേറ്റർ നിന്നുള്ള ഷട്ടറുകൾ തുറന്നതോട് കൂടിയിട്ടാണ് ചിറ്റൂർ പുഴയിലേക്ക് വലിയ തോതിൽ വെള്ളം കുതിച്ചെത്തിയത്. ഇതിന്റെ ഇടയിലാണ് ഈ 4 പേർ കുടുങ്ങിപ്പോയത്. മറ്റൊരു കാര്യം കൂടി പറയണം. ഇപ്പോഴും ഈ അഗ്നിരക്ഷാ സേനയുടെ ഈ രക്ഷാപ്രവർത്തനം നടത്തിയ 3 പേർ അവർ ആ സ്ഥലത്ത് നിൽക്കുകയാണ്. അവരും സുരക്ഷിതമായി കരയിലേക്ക് വരണം. കാരണം ഈ സമയത്ത് ഈ ആകെയുള്ളത് കുറച്ച് സാമഗ്രികൾ മാത്രമാണ് അവരുടെ കയ്യിൽ. കുറച്ച് രക്ഷാ ജാക്കറ്റുകൾ മാത്രം. 3 പേർ ഇപ്പോഴും ആ തുരുത്തിൽ ആ അഗ്നിരക്ഷാ സേനയുടെ ജീവനക്കാരുണ്ട്. 2 പേർ പുഴയുടെ നടുക്കുമുണ്ട്. ഇവരും സുരക്ഷിതമായി രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് സുരക്ഷിതമായി കരയിലേക്ക് വരട്ടെ. അവരും വന്ന് കരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്ന് പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും അവരും സുരക്ഷിതമായി വരട്ടെ. അവരിപ്പോൾ കരയിലേക്ക് എത്തുവാനുള്ള ശ്രമം നടത്തുകയാണ്. വിനേഷ്, തീർച്ചയായും അവർ കൂടി ആ പുഴയിൽ നിന്ന്, ചിറ്റൂർ പുഴയിൽ നിന്ന് അവർ കൂടി കരയിലേക്ക് എത്തുക എന്നുള്ളതുണ്ട്. കാരണം അവർക്ക് പ്രയാസമില്ലാതെ എത്താൻ കഴിയും. എങ്കിൽ പോലും നമുക്ക് വെള്ളത്തിന്റെ ഒരു ഗതിയൊന്നും അല്ലെങ്കിൽ പുഴയുടെ ഗതിയൊന്നും നമുക്ക് ഒരിക്കലും നിശ്ചയിക്കാൻ കഴിയാത്ത രീതിയിലാണ്. കാരണം എങ്ങനെ വെള്ളം കുത്തിയൊഴുകി വരും എന്നറിയില്ല. മറ്റേതെങ്കിലും പ്രദേശങ്ങളിൽ മഴയുണ്ടോ എന്ന് പോലും അറിയില്ല. എന്തായാലും ആ സംഭവം നടക്കുന്ന സ്ഥലത്ത് കാര്യമായ മഴയില്ല. ഇന്നലെ രാത്രിയിലും മറ്റുമാണ് ആ പ്രദേശത്ത് പാലക്കാടിന്റെ പല ഭാഗങ്ങളിലും മഴയുണ്ടായത്. രാത്രിയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ പകൽ രാവിലെ ചെറിയൊരു മഴയുണ്ടായത് ഒഴിച്ചാൽ പാലക്കാട് കാര്യമായ മഴയൊന്നും ഇന്നില്ല. എങ്കിൽ പോലും ആളുകൾ ഈ വെള്ളക്കെട്ടിൽ ഇറങ്ങുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കടവുകളിലും മറ്റും കുളിക്കാൻ പോകുന്നതെല്ലാം അതെല്ലാം ജാഗ്രത വേണം. ആളുകൾ ഇറങ്ങരുത് എന്നുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ കർശന നിർദ്ദേശം അത് പാലിക്കപ്പെടുക തന്നെ ചെയ്യണം. പക്ഷേ അത് പാലിക്കപ്പെടാത്തത് കൊണ്ടാണ് ഈ 4 പേർ പുഴയിൽ കുടുങ്ങിയിട്ടുണ്ടാവുക എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അത് നല്ല രീതിയിൽ തന്നെ ദൗത്യം പൂർത്തിയാക്കി. ഇനി ഈ ദൗത്യ സംഘത്തിലുണ്ടായിരുന്ന ഈ ഫയർഫോഴ്സിലെ സംഘത്തിലുണ്ടായിരുന്ന ആളുകൾ ലൈഫ് ജാക്കറ്റും മറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ഉള്ളത്. വടം കെട്ടിയിട്ടുണ്ട്. എന്തായാലും അവർ കൂടി കരയിലേക്ക് കടന്നു വരും. കാരണം അവർക്ക്
പ്രയാസമില്ലാതെ എത്താൻ കഴിയുമെങ്കിൽ പോലും ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിലുള്ള അപകട സാധ്യത എന്തായാലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം വലിയ തോതിൽ തന്നെ വെള്ളം കുത്തിയൊഴുകി വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും പ്രദേശത്ത് വലിയ ആൾക്കൂട്ടമുണ്ട്. മന്ത്രി കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥരും എല്ലാവരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിൽ സജീവമായിട്ടുണ്ട്. ഫയർഫോഴ്സിന് കൂടുതൽ പിന്തുണയുമായിക്കൊണ്ട് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും 4 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്ത് ആശ്വാസകരം. ഇനി എന്തായാലും ആ പുഴയിൽ ഉള്ള ഫയർഫോഴ്സ് ആളുകൾ കൂടി, അവിടെ ഫയർഫോഴ്സ് ജീവനക്കാർ, ജീവൻ രക്ഷാപ്രവർത്തകർ കൂടി എന്തായാലും പുറത്തേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. ആറു പേരാണ് ഈ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ചിറ്റൂർ പുഴയിൽ ഇറങ്ങിയത്. ഈ ഫയർഫോഴ്സിന്റെ 6 പേർ, അവർ 6 പേരും കരയിലേക്ക് വരുവാനുള്ള ശ്രമം നടത്തുകയാണ്. അവരുടെ കയ്യിലുള്ള ഈ രക്ഷാ ഉപകരണങ്ങൾ അതുകൂടി കരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒഴുക്ക് കൂടുതലാണ്, അവർ ശ്രദ്ധിച്ച് കരയിലേക്ക് വരുവാനുള്ള ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിസാഹസികമായിട്ടാണ് 4 പേരെ ഇവർക്ക് രക്ഷിക്കുവാൻ കഴിഞ്ഞത്. നാട്ടുകാരുടെയും സമയോചിതമായ ഇടപെടൽ അവിടെ ഉണ്ടായി. കയർ കെട്ടി അവർ സഹായിച്ചു. ഒപ്പം അഗ്നിശമന സേന ജീവനക്കാർ, അവരുടെ സേവനം, സ്തുത്യർഹമായ സേവനം, അവർ സ്വന്തം ജീവൻ പോലും നോക്കാതെയാണ് ഇത്രയും ഒഴുക്കുള്ള ചിറ്റൂർ പുഴയിൽ ഇറങ്ങിയത്. മൂലത്തറ ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നതോടെയാണ് ഇത്രയും വലിയ ഒരു ഒഴുക്ക് ചിറ്റൂർ പുഴയിൽ ഉണ്ടായത്. പെട്ടെന്ന് വെള്ളം ഒഴുകി വരികയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കുത്തൊഴുക്കിനെ അതിജീവിച്ചാണ് ഈ ഒരു ദൗത്യം അഗ്നിശമന സേന ജീവനക്കാർ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. അവരും സുരക്ഷിതമായി തന്നെ കരയിലേക്ക് മടങ്ങി വരട്ടെ. അവർ അവിടെ കരയിലേക്ക് വരുവാനുള്ള ശ്രമം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ അവരും എത്തിക്കഴിഞ്ഞാൽ ഈ ദൗത്യം പൂർത്തിയായി എന്ന് പറയുവാൻ കഴിയും. വടം ഉപയോഗിച്ചാണ് ഇവരെ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ കുടുങ്ങിക്കിടുന്നത് 4 പേരാണ്. അവരെ സുരക്ഷിതമായി കരയിൽ എത്തിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞു. 1 മണിക്കൂർ ഏറെ സമയം അവിടെ ഒരു ചെറിയ തുരുത്തിൽ, ബാക്കി ഭാഗങ്ങളെല്ലാം വെള്ളത്തിലായിരുന്നു. ഓരോ ഭാഗങ്ങളും വെള്ളത്തിലാകുന്നത് അവർ നോക്കി നിൽക്കുകയും ആയിരുന്നു. ആ സമയത്ത് ജീവൻ നഷ്ടമാകുമോ എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് ഇവരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ഇപ്പോഴും പുഴയിൽ നല്ല ഒഴുക്കാണ്. വളരെ പ്രയാസപ്പെട്ടാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകൾ അവർ തിരികെ കരയിലേക്ക് വരുന്നത്. 4 പേർ ഇപ്പോൾ ആ തുരുത്തിൽ നിന്ന് താഴേക്ക് വന്നു. ഒരാൾ മാത്രം ആ തുരുത്തിൽ അവശേഷിക്കുകയാണ്. ഈ രക്ഷാപ്രവർത്തക സംഘത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ മാത്രമാണ് ആ തുരുത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നത്. അദ്ദേഹവും പുഴയിലേക്ക്, വെള്ളമുള്ള ഭാഗത്തേക്ക് ഇറങ്ങുവാനുള്ള ശ്രമം നടത്തുകയാണ്. അവിടെ നിന്ന് കയറിൽ പിടിച്ച് വളരെ അതിസാഹസികമായി തന്നെ വേണം കരയിലേക്ക് ഈ 4 പേർക്കും വരുവാൻ. വടം കെട്ടി ലൈബോയുടെ സഹായത്തോടുകൂടി, സുരക്ഷാ ജാക്കറ്റിൻ്റെ സഹായത്തോടുകൂടി അവർക്ക് വരണം. 1, 2, 3, 5 പേരുണ്ട്. ആ സംഘത്തിൽ 5 പേരാണ് ഉള്ളത്. ഈ രക്ഷാപ്രവർത്തനം ഏർപ്പെട്ട സംഘത്തിൽ 5 പേരുണ്ട്. അവർ കരയിലേക്ക് വരുവാനുള്ള ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ശ്രമഫലമായാണ് 4 പേരെ, 3 പുരുഷന്മാരെയും 1 സ്ത്രീയെയും രക്ഷപ്പെടുത്തുവാൻ കഴിഞ്ഞത്. വലിയ മഴയില്ല ഇന്ന് പാലക്കാട് ഈ സമയത്ത്, പ്രത്യേകിച്ച് ചിറ്റൂർ ഭാഗത്ത്. ഈ അപകടം ഉണ്ടായ സ്ഥലത്ത് വലിയ മഴ പെയ്യുന്നില്ല. ചാറ്റൽ മഴ പോലും ഇപ്പോൾ ഇല്ല. രാവിലെ മഴയുണ്ടായിരുന്നു, ഇന്നലെ രാത്രിയും നല്ല മഴയായിരുന്നു. അതിനിടെയാണ് മൂലത്തറ ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നു വിട്ടത്. മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് അധികൃതർ പറയുന്നത്. ഇത് സംസ്ഥാനത്ത് ഏത് ഡാമുകളിലും സംഭവിക്കാവുന്നതാണ്. മുന്നറിയിപ്പുകൾ എല്ലാവരിലേക്കും എത്തണം എന്നില്ല. മുൻപ് പ്രളയമുണ്ടായ സമയത്ത് മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറന്നു വിട്ടു എന്നുള്ള ആക്ഷേപവും ഉണ്ടായതാണ്. അത് വലിയൊരു വിമർശനത്തിനും കാരണമായിരുന്നു. എവിടെയും കുളിക്കാൻ ഇറങ്ങുമ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളം ഉണ്ടാകില്ല എന്ന് വെച്ച് ഏത് സമയവും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുവാനുള്ള സാധ്യത ഏത് പുഴയിലും ഉണ്ടാകുന്നതാണ്. അതുതന്നെയാണ് ഇപ്പോൾ ചിറ്റൂർ പുഴയിലും സംഭവിച്ചത്. അവിടെ ചെറിയ പാറക്കെട്ടിൽ കയറി നിന്ന ആളുകൾക്കാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത്. പെട്ടെന്ന് മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയായിരുന്നു. ഡാം തുറന്നു വിട്ടതിന് ശേഷം അവരെ മുങ്ങിപ്പോകാതെ രക്ഷപ്പെടുത്തുകയായിരുന്നു. അഗ്നിരക്ഷാ സേനയുടെ ഈ ധീരന്മാരായ ഈ സംഘം അവർ സുരക്ഷിതമായി ഇനി കരയിലേക്ക് വരേണ്ടതുണ്ട്. അതാണ് ഇപ്പോൾ അവർ അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. പുഴയിൽ വെള്ളം കൂടുതലുമുണ്ട് ഈ സമയത്ത്. ഇത് സംഭവിച്ചിരിക്കുന്നത് ചിറ്റൂരാണ്. പാലക്കാട് നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള ചിറ്റൂരിലാണ്. ചിറ്റൂർ പുഴയിലാണ് ഇങ്ങനെയൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. വിനേഷ്, എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ ഇനി?
മഞ്ജുഷ് 4 പേരെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ മറ്റ് ഫയർഫോഴ്സ് അവരും പുഴ കടന്ന് കരയിലേക്ക് എത്തുന്നുണ്ട്. മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തുണ്ട്. എന്തായാലും ഇവരെവിടെയാണ്, ഇവരുടെ നാട് എവിടെയാണ്, എന്താണ്, ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിലെല്ലാം വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് അത്തരം വിവരങ്ങൾ എന്തായാലും പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും 4 പേരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ്. അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവം കൂടിയായിരിക്കും അത്. കാരണം അത്രയും വെള്ളത്തിന് നടുവിൽ കുടുങ്ങിപ്പോയ 4 മനുഷ്യര് അവരെ 1 മണിക്കൂറിനകം, വളരെ കുറഞ്ഞ സമയം, 1 മണിക്കൂർ മുമ്പാണ് അവരവിടെ എത്തിയെങ്കിലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മുടെ രക്ഷാപ്രവർത്തകരും നാട്ടുകാരും രക്ഷാപ്രവർത്തനം നടത്തി അവരെ കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും സ്ഥലത്ത് മഴയില്ലാത്തതുകൊണ്ട് രക്ഷാപ്രവർത്തനം കുറച്ചും കൂടെ സുഗമമായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കനത്ത മഴയും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത്ര സുഗമമായി അവരെ കരയിലെത്തിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും മഴയൊന്ന് മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടെ ഈസിയായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവരെ രക്ഷിച്ച് കരയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോ എന്താണ് അവിടെ പോകാനുണ്ടായ കാരണം, എന്താണ് പുഴയിൽ ഇറങ്ങിയത്, പുഴ കടന്നു പോവുകയായിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു ആവശ്യം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും അവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കണം. അവിടെ തന്നെയുള്ള പ്രദേശവാസികൾ തന്നെയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും അത്തരം കാര്യങ്ങളാണ് ഇനി ലഭിക്കേണ്ടത്. ശരി, എന്തായാലും 4 പേരെയും, കുടുങ്ങിയ 4 പേരെയും രക്ഷിച്ചു. ഇനി ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടവർ കരയിലേക്ക് എത്തുകയാണ്. അവരെയും കൂടി അവർ കൂടി സുരക്ഷിതമായി കരയിലേക്ക് എത്തുകയാണ്. അവർ ഈ 4 പേർ കുടുങ്ങിക്കിടന്ന് അവിടെ നിന്ന് താഴെ ഇറങ്ങി വെള്ളം കുത്തിയൊലിക്കുന്ന ഭാഗവും കടന്ന് അത് കഴിഞ്ഞൊരു ചെറിയ തുരുത്തു കൂടിയുണ്ട്. ആ തുരുത്തും കടന്ന് ഇപ്പോൾ ഏകദേശം സുരക്ഷിതമായി കരയോട് അടുത്തിരിക്കുകയാണ് ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടവരും. ധീരന്മാരായ അവരെ അനുമോദിക്കുക. കാരണം ഇവർ ആണ് ഈ രക്ഷാദൗത്യത്തിൽ പങ്കാളികളായത്. പ്രധാനമായിട്ടും കുത്തിയൊലിക്കുന്ന ചിറ്റൂർ പുഴയിലേക്ക് ചാടിയാണ് ഇവർ ഈ 4 പേരെയും രക്ഷിച്ചത്. രക്ഷാപ്രവർത്തകരും സുരക്ഷിതമായി കരയിൽ എത്തിയിരിക്കുകയാണ്. ചിറ്റൂർ പുഴയിൽ പെട്ടെന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിലാണ് 4 പേർ കുടുങ്ങിയത്. അവരെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. പെരിയാറിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പെരിയാറിൽ ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. ആജ്ഞ രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്നലെ മുതൽ എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. എന്നിരുന്നാൽ പോലും ഇടുക്കിയിലെ മലയോര പ്രദേശങ്ങളിലും എറണാകുളത്തിന്റെ മലയോര പ്രദേശങ്ങളിലും പെയ്ത മഴയുടെ തീവ്രത കൊണ്ടാണ് ഇപ്പോൾ പെരിയാറിൽ ഇങ്ങനെ ജലസമൃദ്ധമായി അല്ലെങ്കിൽ ഇത്രയും വലിയ ഒഴുക്ക് ഉണ്ടാകുന്നത്. ഈ ആലുവ ശിവക്ഷേത്രത്തിന്റെ പരിസരമെല്ലാം വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, ഈ മൺസൂൺ കാലത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമായാണ് അമ്പലത്തിന്റെ പരിസരത്ത് ഈ വർഷം ഉണ്ടായ മഴയിൽ ഒരുപക്ഷെ കൊച്ചി മുഴുവൻ മുങ്ങിയപ്പോൾ പോലും ഇവിടെ അമ്പലത്തിന്റെ പരിസരങ്ങളിലേക്ക് വെള്ളം കയറിയിരുന്നില്ല. പക്ഷെ പെരിയാറിൽ ഇപ്പോൾ കുത്തൊഴുക്കാണ്. അത് ശരിക്കും എറണാകുളം ജില്ലയിൽ പെയ്ത മഴയെന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഇടുക്കിയിലും എറണാകുളത്തിന്റെ മലയോര പ്രദേശങ്ങളിലും ഇടുക്കിയുടെ മലയോര പ്രദേശങ്ങളിലും പെയ്ത മഴയാണ് ഇപ്പോൾ പെരിയാറിലൂടെ ഈ ഒഴുകിയെത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒറ്റപ്പെട്ട അത്ര അതിതീവ്ര മഴ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് കൊച്ചി പോയിട്ടില്ല. എങ്കിൽ പോലും പെയ്യുന്ന മഴ ഒരു 2-3 മിനിറ്റ് നിൽക്കുന്നുള്ളെങ്കിൽ പോലും വലിയ തീവ്രതയോടുകൂടി അല്ലെങ്കിൽ വലിയ വ്യാപ്തിയോടുകൂടി ഉള്ള തുള്ളികളാണ് വീഴുന്നത്. അതായത് ഓരോ മഴയ്ക്കും വലിയ തോതിലുള്ള ജലം പെയ്തിറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ കൊച്ചി ആദ്യത്തെ വേനൽ മഴയിൽ മുങ്ങിപ്പോയതുപോലെയോ അല്ലെങ്കിൽ മൺസൂൺ കാലത്തെ മഴയിൽ ജനങ്ങൾക്കുണ്ടായ ദുരിതം പോലെ അത്ര തീവ്രമായ ഒരവസ്ഥയിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ പോലും പെരിയാറിന്റെ തീരത്തുള്ള ആളുകൾക്ക് നിലവിൽ ജാഗ്രതാ നിർദ്ദേശമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും തീരത്തുള്ള വീടുകളിലൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ഈ ഒഴുക്കിലും അല്ലെങ്കിൽ ഈ ഒരു ജല സമൃദ്ധിയിൽ ഇത്രയും നിബിഡമായി ജലം പോകുന്ന ഒരു സാഹചര്യത്തിലും പെരിയാറിന്റെ തീരത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. വെള്ളം കയറിയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഒന്ന് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും വ്യാപകമായി ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമോ ഒന്നും ഇതുവരെ ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടില്ല. 2 ദിവസമായി 5 ജില്ലയിൽ അതിതീവ്രമായ മഴയാണ് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. അതനുസരിച്ച് തന്നെയാണ്. പക്ഷെ ആ മുന്നറിയിപ്പ് അനുസരിച്ച് തന്നെയുള്ള തരത്തിലുള്ള മഴ പെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ കൊച്ചിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതിതീവ്ര മഴ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കോ അതല്ലെങ്കിൽ ആളുകൾക്ക് നേരത്തെ പോലെ മുൻപുണ്ടായ സാഹചര്യങ്ങളിൽ പോലെ വലിയ മഴയിലേക്ക് വരുന്ന ഒരു അവസ്ഥയോ നിലവിൽ ഇല്ല.
ഏറ്റവും പുതിയ കാലാവസ്ഥ അപ്ഡേറ്റുമായിട്ട് ഷംന ചേരുകയാണ്. ഷംന, ഇപ്പോൾ ഏതെല്ലാം ജില്ലകളിൽ ഈ കാലാവസ്ഥാ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടായിട്ടുണ്ട്? മഞ്ജുഷ, സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ്. ഇന്ന് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ ഓറഞ്ച് അലേർട്ട് ആയിരുന്നു, ഇതിപ്പോൾ റെഡ് അലേർട്ടായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ഒപ്പം പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ജൂലൈ 20 വരെ ശക്തമായ മഴ തുടരും. ഒപ്പം തന്നെ മണിക്കൂറിൽ 75 കിലോമീറ്റർ ഉയരത്തിൽ വീശിയടിക്കുന്ന കാറ്റുണ്ടാകും. കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ടെന്ന് കൂടി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ മേഖലയിലുള്ളവർ ജാഗ്രത പുലർത്തണമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. ശരി, ഏറ്റവും പുതിയ കാലാവസ്ഥ അപ്ഡേറ്റ് ഇതാണ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6740, പവന് 53,920. 18 ക്യാരറ്റ് ഗ്രാമിന് 5630, പവന് 45,040. വെള്ളി ഗ്രാമിന് 98, കിലോയ്ക്ക് 98,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ്.